സ്ക്രീൻ കാണാമോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളിത് നമ്മുടെ 2025 ലാസ്റ്റ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സയൻസിൻ്റെ. ജസ്റ്റ് നമുക്ക് നോക്കാം. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു സയൻസിൻ്റേത്. രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ, അതായത് ഒരെണ്ണം പുറത്തുനിന്ന് വന്നതുകൊണ്ട് പിന്നെ ഒരു 2 ക്വസ്റ്റ്യൻസ് നമ്മുടെ ഹയർ ക്ലാസ്സിൽ നിന്ന്, അതായത് 9ാം ക്ലാസ്സിൽ നിന്നൊക്കെ വന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കിയെല്ലാം നമ്മുടെ UP ലെവലും LP ലെവലും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ S1 S2 DLEDൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിൻ്റെ അകത്ത് കൂടുതലും വന്നിട്ടുള്ളത്. ഇതിൽ അത്യാവശ്യം എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഇത് നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനം. പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനം: പ്രശ്നം അനുഭവപ്പെടുക, പ്രശ്നത്തെ മുൻകാല അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുക, പ്രശ്നവുമായി ബന്ധപ്പെട്ട ഊഹം പരികൽപ്പന രൂപീകരിക്കുക, പ്രശ്നം വിശകലനം നടത്തുക. അപ്പം നമുക്കറിയാം ഈ പ്രക്രിയാബന്ധിതം അല്ലെങ്കിൽ പ്രവർത്തനാധിഷ്ഠിതം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശാസ്ത്ര പാഠ്യപദ്ധതി സവിശേഷതകളാണ്. അതായത് നമ്മുടെ S2ൻ്റെ അകത്തും ഉണ്ട്, അതുപോലെ തന്നെ S1ൻ്റെ അകത്തും ഉള്ളതാണ് നമ്മുടെ ഈ ശാസ്ത്ര പാഠ്യപദ്ധതി സവിശേഷതകൾ അല്ലെങ്കിൽ പരിസര പഠന പാഠ്യപദ്ധതി സവിശേഷതകൾ എന്ന് പറയുന്നത് നമ്മുടെ S1 DLEDൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തും S2ൻ്റെ അകത്തും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണിത്. അപ്പോൾ ഈ പരിസര പഠന പാഠ്യപദ്ധതി സവിശേഷതകൾ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര പാഠ്യപദ്ധതി സവിശേഷതകളിനകത്ത് പെടുന്നതാണ് പ്രക്രിയാബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, ശിശു കേന്ദ്രീകൃതം, പരിസരബന്ധിതം, പ്രാദേശിക സാധ്യതയുള്ളത്, ചാക്രികാരോഹണ രീതി പാലിക്കുന്നത്, വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കുന്നത്, ജീവിത നൈപുണ്യം വികസിപ്പിക്കുന്നത്, സാമൂഹ്യജ്ഞാന നിർമ്മിതിയിൽ അധിഷ്ഠിതമായത്. ഇതെല്ലാം എന്താണ്? പരിസര പഠന പാഠ്യപദ്ധതി സവിശേഷതകളുമാണ്, അതുപോലെ തന്നെ ശാസ്ത്ര പാഠ്യപദ്ധതി സവിശേഷതകളുമാണ്. അപ്പോൾ ഈ ഒരു 8, 9, 10 ടോപ്പിക്കുകളുമായിട്ട് ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പ്രശ്നം അനുഭവപ്പെടുക, പ്രശ്നത്തെ മുൻകാല അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുക, പ്രശ്നവുമായി ബന്ധപ്പെട്ട ഊഹം പരികൽപ്പന രൂപീകരിക്കുക, പ്രശ്ന വിശകലനം നടത്തുക. ഈ 4 പ്രവർത്തനങ്ങളിൽ പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനം ഏതാണ് എന്നാണ്. സത്യം നമുക്കിത് നോക്കുമ്പോൾ തന്നെ അറിയാം ഏതാണ് പ്രശ്നം അനുഭവപ്പെടുക, അല്ലേ? അതായത് ഒരു പ്രശ്നം ഉണ്ട് എങ്കിലാണ് നമുക്കതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി ഡാറ്റകൾ കണ്ടുപിടിക്കാൻ, അതൊന്ന് വിശകലനം ചെയ്യാൻ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ചർച്ചകൾ നടത്താൻ, അല്ലെങ്കിൽ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഊഹങ്ങൾ, ഹൈപ്പോത്തസിസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഊഹങ്ങൾ, അല്ലെങ്കിൽ ഇതാണോ ശരിയാണോ തെറ്റാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു പ്രശ്നം അനുഭവപ്പെടണം. എന്തോ അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ 2025 നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ആട്ടോ. ഓക്കെ ശരി, 2025 ഓക്കെ. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രവർത്തനം അല്ലെങ്കിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ്? പ്രശ്നം അനുഭവപ്പെടുക എന്നുള്ളതാണ്. അതായത് എക്സ്പീരിയൻസിങ് ദ പ്രോബ്ലം. നമുക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് സൊല്യൂഷൻ അതിന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിൽ നിഗമനത്തിൽ എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നടക്കുന്ന പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാണ്? പ്രശ്നം അനുഭവപ്പെടുക എന്നുള്ളതാണ് ആദ്യം നടക്കുന്ന പ്രവർത്തനം. നോക്കിക്കേ, പ്രക്രിയാബന്ധിതം ക്രമീകൃതമായ വിവിധ പ്രവർത്തന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് കുട്ടി ഒരാശയം സ്വാംശീകരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് നടക്കുന്നത്? ഒരു പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്നു. ഇത് നിങ്ങൾക്ക് കാണാമോ സ്ക്രീന്? ഓക്കെ, ഒരു പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അതിൻ്റെ ഊഹം രേഖപ്പെടുത്തുന്നു, വിവരശേഖരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു, വിവരങ്ങളുടെ വിശകലനം നടത്തി നിഗമനത്തിൽ എത്തിച്ചേരുന്നു, ശരിയായ നിഗമനം ആശയ രൂപീകരണത്തിലേക്കും അറിവിൻ്റെ നിർമ്മാണത്തിലേക്കും നയിക്കുന്നു. പ്രക്രിയാബന്ധിത പാഠ്യപദ്ധതി ലക്ഷ്യമിടുന്നത് ഇത്തരത്തിലുള്ള അന്വേഷണാത്മക പഠന രീതിയാണ്. അതായത് പ്രക്രിയാബന്ധിത പ്രവർത്തനത്തിൽ ആദ്യം നടക്കുന്ന എന്താണ്? ഒരു പ്രശ്നം
അനുഭവപ്പെടണം. പിന്നീടാണ് നമ്മുടെ ഊഹങ്ങളും പരികല്പന രൂപീകരിക്കപ്പെടുന്നതും. പിന്നെ ഈ വിവര ശേഖരണത്തിലേക്ക് പോകുന്നു. ലാസ്റ്റ് നമ്മുടെ നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫൈനലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് അതിൻ്റെ ഘട്ടങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കുള്ള ആ ഒരു പ്രക്രിയാബന്ധിത പ്രവർത്തനത്തിലെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? പ്രശ്നം അനുഭവപ്പെടുന്നതാണ്. ഇത് നമ്മുടെ DLEDലെ S2 അതായത് സെമസ്റ്റർ 2 ചാപ്റ്റർ 4 പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. നമ്മുടെ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നതാണ്. നമ്മുടെ S1 പറയുന്ന വിവിധ തരത്തിലുള്ള പഠിതാക്കളുണ്ട്. ക്രിയാത്മക പഠിതാക്കൾ, സാമാന്യയുക്ത പഠിതാക്കൾ എന്നൊക്കെ പറഞ്ഞുള്ള പഠിതാക്കളും എല്ലാം ഈ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. അതിന് കൂടുതൽ ആദ്യം ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ S1 താനും. അത് ഞാൻ എടുത്ത് കാണിക്കാം. നമ്മുടെ S1 അതുപോലെ തന്നെ നമ്മുടെ ഈ ഞാനിപ്പോൾ പറഞ്ഞു ഈ ഘട്ടങ്ങൾ, അതായത് പ്രശ്നം അനുഭവപ്പെടുക, അത് കഴിഞ്ഞിട്ടുള്ള പരികല്പന രൂപീകരിക്കുക, അങ്ങനെയുള്ള ഘട്ടങ്ങൾ നമ്മുടെ ഈ S2 ചാപ്റ്റർ 1 വരുന്നുണ്ട്. ശാസ്ത്രീയ രീതി ഘട്ടങ്ങൾ എന്ന് പറഞ്ഞു. അത് പൊതുവേ നമ്മുടെ ഈ ഇതിൻ്റെ അകത്ത് ചോദിക്കാനുള്ളതാണ്. ശാസ്ത്രീയ രീതി ഘട്ടങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ ആദ്യത്തെ ഘട്ടം നമ്മുടെ ഈ പറഞ്ഞ ഘട്ടങ്ങൾ തന്നെയാണ്. പ്രശ്നം അനുഭവപ്പെടുക, അതുപോലെ തന്നെ പരികല്പന രൂപീകരിക്കുക. നോക്കിക്കുക, ഇതാണ് ശാസ്ത്രീയ രീതി ഘട്ടങ്ങൾ. ഒന്നാമത്തേത് പ്രശ്നം അനുഭവപ്പെടുക, പരികല്പന രൂപീകരിക്കുക, ആസൂത്രണം, നിർവഹണം, അപഗ്രഥനം, നിഗമന രൂപീകരണം, റിപ്പോർട്ടിങ്. ഇതെല്ലാം നമ്മുടെ ശാസ്ത്രീയ രീതി ഘട്ടങ്ങൾ എന്ന രീതിയിൽ വരുന്നതാണ്. ഇത് നമുക്ക് പലതവണ നമ്മുടെ കേട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ശാസ്ത്രീയ രീതി ഘട്ടങ്ങളിലെ ഒന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ രണ്ടാമതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ തന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ വന്നിട്ടുള്ളതാണ്. ഇതിൽ വരുന്ന ഘട്ടങ്ങൾ ഏതാണ്, ഓർഡറിൽ ഏതാണ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടം തന്നെയാണ് നമ്മുടെ പ്രക്രിയാബന്ധിതത്തിലും വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ആ ഒരു പ്രക്രിയാബന്ധിത പ്രവർത്തനമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏത് ഘട്ടമായിക്കൊള്ളട്ടെ, ഏറ്റവും ആദ്യം വരേണ്ടത് എന്താണ്? ഒരു പ്രോബ്ലം അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രശ്നം അവിടെ അനുഭവപ്പെടണം. അതാണ് ഒന്നാമതായിട്ട് വരുന്ന ഘട്ടം. അതെല്ലാത്തിലും അങ്ങനെയാണ്. നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിലാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം അതിൽ ഏറ്റവും ആദ്യം വരുന്ന ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? പ്രശ്നം അനുഭവപ്പെടലാണ്. അപ്പോൾ ഇത് ശാസ്ത്രീയ രീതി ഘട്ടങ്ങൾ തന്നെ കറക്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കാണാം, ശാസ്ത്രീയ രീതി ഘട്ടങ്ങൾ എന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിൽ വരുന്ന ഘട്ടങ്ങൾ ഇതൊക്കെയാണ്, ഈ ഒരു 7. പ്രക്രിയാബന്ധിത പ്രവർത്തനത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു 5 വരുന്നുള്ളൂ. അത് പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്, ഊഹം അല്ലെങ്കിൽ പരികല്പന രൂപീകരിക്കുന്നുണ്ട്, പിന്നെ വിവരശേഖരണത്തിലേക്ക് ഏർപ്പെടുന്നു, ലാസ്റ്റ് നമ്മുടെ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ ഒരു പ്രോസസ്സേ അവിടെ വരുന്നുള്ളൂ. പക്ഷെ ഇതെല്ലാം ഈ ശാസ്ത്രീയ രീതി ഘട്ടങ്ങളിൻ്റെ അകത്തും പെടുന്നത് തന്നെയാണ്. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഘട്ടങ്ങൾ വിവരിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്ന എന്താണ്? പ്രശ്നം അനുഭവപ്പെടൽ എന്നുള്ളതാണ് ആദ്യം. അതായത് നോക്കി, ആദ്യം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? പ്രശ്നം അനുഭവപ്പെടുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു S1 S2 സയൻസിൻ്റെ ടെക്സ്റ്റ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്താന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ അത് അയച്ചു തരാം കേട്ടോ. അത് ജസ്റ്റ് വായിക്കണം, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ DLED ടെക്സ്റ്റ് ബുക്കും. ഓക്കെ, അപ്പം പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനമാണ് പ്രശ്നം അനുഭവപ്പെടുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഞാനിപ്പോൾ പറഞ്ഞു, നമ്മുടെ ശാസ്ത്ര പാഠ്യപദ്ധതി സവിശേഷതകൾ എന്നുള്ള ഈ ഒരു 4ാം ചാപ്റ്ററിൽ പറയുന്ന ആ ടോപ്പിക്കുകളെല്ലാം, അതായത് നമ്മുടെ പ്രക്രിയാബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. നമ്മുടെ പ്രവർത്തനാധിഷ്ഠിതം, ശിശു കേന്ദ്രീകൃതം, പരിസരബന്ധിതം, പ്രാദേശിക സാധ്യതയുള്ളത്, ചാക്രിക ആരോഹണ രീതി പാലിക്കുന്നത്, വിമർശനാത്മക ചിന്ത പരിപോഷിപ്പിക്കുന്നത്, ജീവിത നൈപുണ്യം വികസിപ്പിക്കുന്നത്, സാമൂഹികജ്ഞാന നിർമ്മിതിയിൽ അധിഷ്ഠിതമായത്. ഇതെല്ലാം നമ്മുടെ ശാസ്ത്ര പാഠ്യപദ്ധതി സവിശേഷതകളാണ്. അപ്പോൾ അതിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ പെടുന്നത് ഏത്, ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. പ്രക്രിയാബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, ശിശു കേന്ദ്രീകൃതം, പരിസരബന്ധിതം, പ്രാദേശിക സാധ്യതയുള്ളത്, ചാക്രിക ആരോഹണ രീതി പാലിക്കുന്നത്. ഈ ടിക്ക് ചെയ്തിരിക്കുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കിയുള്ള 3 പോയിന്റ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതെല്ലാം ഈ ഒരു ശാസ്ത്ര പാഠ്യപദ്ധതി സവിശേഷതകളിൽ പെടുന്നതാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഈ ഒന്നാമത്തെ ആൻസറായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടെ എടുത്ത് കാണിച്ചത് കേട്ടോ.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ 9ാം ക്ലാസ്സിലെ പോർഷനാണ്. ഈ ഒരു ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 9ാം ക്ലാസ്സിലെ പോർഷനാണ്. നമുക്ക് പേടിക്കണ്ട, നമുക്ക് ഹയർ ലെവലിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 1 അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ, അതിൽ കൂടുതൽ വരത്തില്ല, അത്രേ വരുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ UP ലെവലായിരിക്കും. പക്ഷെ 1-2 എന്താണേലും പുറത്തുനിന്ന് ചോദിക്കും. പക്ഷെ അതിപ്പോൾ എന്താണ് വരിക എന്നുള്ള നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും 1-2 നമ്മുടെ ഇതിൻ്റെ അകത്തുനിന്ന് വരും കേട്ടോ. അപ്പോൾ നോക്കി, ഇത് വന്നിരിക്കുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റിനകത്തുനിന്നാണ്. അതായത് റോക്കറ്റ് വിക്ഷേപണത്തിൽ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്ര നിയമം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റോക്കറ്റ് വിക്ഷേപണത്തിൽ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്ര നിയമം, അത് ന്യൂട്ടൻ്റെ 3ാം ചലന നിയമമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലോയാണത്, അല്ലേ? ന്യൂട്ടൺസ് 3rd law of motion. എന്താണ്? ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതായത് ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം. അപ്പോൾ അതേതാണ്? നമ്മുടെ റോക്കറ്റ് വിക്ഷേപണത്തിൽ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്ര നിയമമാണ് ഇത്, ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം. അതായത് നമുക്കറിയാം, നമ്മുടെ റോക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് ആ ഒരു തീ അല്ലെങ്കിൽ ഒരു ഹീറ്റ് എനർജി താഴേക്ക് പോകുമ്പോഴാണ് എന്ത്, നമ്മുടെ റോക്കറ്റ് മുകളിലേക്ക് വിക്ഷേപണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ റോക്കറ്റ് വിക്ഷേപണത്തിൽ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്ര നിയമം ഏതാണ്? ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം, അല്ലെങ്കിൽ ന്യൂട്ടൺസ് 3rd law of motion ആണ് കേട്ടോ. ടു എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത്. ഞാനിത് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ ആ ഒരു ന്യൂട്ടൻ്റെ 3ാം ചലന നിയമത്തിൻ്റെ ആ ഒരു പിക്ചർ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. അത് 9ാം ക്ലാസ്സിലാണ് ആ പോർഷൻ വരുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, 3ാം ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ റോക്കറ്റ് വിക്ഷേപണം. അത് ഓർത്തിരിക്കുക, ന്യൂട്ടൻ്റെ 3ാം ചലനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ റോക്കറ്റ് വിക്ഷേപണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ അതിരുകൾ തിരിച്ചറിയുന്നതിന് അനുയോജ്യമായ പഠന പ്രവർത്തനം ഏതാണ്? കേരളത്തിൻ്റെ അതിരുകൾ തിരിച്ചറിയുന്നതിന് അനുയോജ്യമായിട്ടുള്ള പഠന പ്രവർത്തനം ഏതാണെന്ന് നോക്കി. ഒന്നാമത്തേത്, കേരളത്തിൻ്റെ ഭൂപടം ഭിത്തിയിൽ തൂക്കിയിട്ട് അതിരുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ബി, കേരളത്തിൻ്റെ ഭൂപടം നിലത്ത് യഥാർത്ഥ ദിശയിൽ നിവർത്തി വെച്ച അതിരുകൾ തിരിച്ചറിയുന്നു. സി, ജിക്സോ രീതി ഉപയോഗപ്പെടുത്തി അതിരുകൾ തിരിച്ചറിയുന്നു. ഡി, ഗ്ലോബ് ഉപയോഗിച്ച് അതിരുകൾ മനസ്സിലാക്കുന്നു. ഈ 4 ഏതായിരിക്കും നമുക്കൊരു അനുയോജ്യമായിട്ടുള്ള പഠന പ്രവർത്തനം എന്ന് പറയാൻ പറ്റുന്നത്? കേരളത്തിൻ്റെ അതിരുകൾ തിരിച്ചറിയുന്നതിന് എ ആണോ, ബി ആണോ, സി ആണോ? ഭൂപടം ഭിത്തിയിൽ ഇങ്ങനെ തൂക്കിയിട്ട് ചൂണ്ടിക്കാണിക്കുന്നതാണോ, അതോ നിലത്ത് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് നമ്മുടെ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് കറക്റ്റ് ആ ഒരു രീതിയിൽ കാണിക്കുന്നതാണോ, അതോ ജിക്സോ പസിൽ, നമ്മുടെ ജിക്സോ പസിലുകളില്ലേ നമ്മൾ പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കുന്നത്? ഇപ്പോൾ കേരളത്തിൻ്റെ ഈ ഒരു പകുതി പോർഷൻ ഇവിടെ വേറെ ഒരെണ്ണം വേറൊരു കട്ടയിലായിരിക്കും, പിന്നെ ഇതെല്ലാം കണക്ട് ചെയ്ത് ഒറ്റ പസിലാക്കി മാറ്റുന്ന ജിക്സോ പസിലില്ലേ, അങ്ങനെയാക്കുന്നതാണോ, അതോ നമ്മുടെ സാധാരണ നമ്മുടെ ഗ്ലോബ് ഉപയോഗിച്ച് കേരളത്തിൻ്റെ അതിരുകൾ കണ്ടെത്തുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്? എ വരുമോ, ബി വരുമോ, സി വരുമോ, ഡി വരുമോ? ഹലോ, എല്ലാവരും ഓപ്ഷൻസ് വായിക്കുകയാണോ? ഏത് ആൻസർ വരിക? കേരളത്തിൻ്റെ അതിരുകൾ തിരിച്ചറിയുന്ന അനുയോജ്യമായിട്ടുള്ള ഒരു പഠന പ്രവർത്തനം. അത് നമ്മുടെ ഏതാ, ബിയോ? ഓക്കെ, ബി ആട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഒന്നാമത്തെ നോക്കിക്കേ, ജസ്റ്റ് നമ്മുടെ ഭൂപടം ഇങ്ങനെ ഭിത്തിയിൽ ചുമ്മാ തൂക്കിയിട്ടിട്ട് ഇതാണ് ഇന്ന അതിര്, ഇതാണ് ഇന്ന അതിര് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ചൂണ്ടി കാണിക്കുന്നേ ഉള്ളൂ. അതായത് കേരളത്തിൻ്റെ, നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അങ്ങനെയല്ല, ഇത് കേരളത്തിൻ്റെ മാപ്പാണ് സങ്കല്പിക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ അറബിക്കടലൊക്കെ ഉണ്ട്, ഇവിടെ ആണെങ്കിൽ നമ്മുടെ കർണാടക വരുന്നുണ്ട്, തമിഴ്നാട് വരുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ചൂണ്ടി കാണിക്കുക ഭിത്തിയിൽ. അപ്പം അങ്ങനെ ജസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നതിലും നന്നായിട്ട് വരുന്നത് ബി ആണ്. അതായത് കേരളത്തിൻ്റെ ഭൂപടം നിലത്ത് യഥാർത്ഥ ദിശയിൽ, അതായത് നോർത്ത് ഏതിലേക്കാണ് വരിക, സൗത്ത് എന്താണ് വരുന്നത്, വെസ്റ്റിൽ സൈഡിലേക്ക് എന്താണ് വരുന്നത്, ഈസ്റ്റ് സൈഡിലേക്ക് എന്താണ് വരുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്കറിയാം നമ്മുടെ സ്കൂളിരിക്കുന്ന ആ ഒരു ദിശയിൽ തന്നെ വെച്ച് കൊടുത്ത് പിള്ളേരെ കൊണ്ട് കറക്റ്റായിട്ട് പറയിപ്പിക്കുകയാണെങ്കിൽ ആ അതിരുകളിൽ ഏതൊക്കെയാണ്, വടക്ക് ഭാഗത്ത് എന്താണ് വരുന്നത്, തെക്ക് ഭാഗത്ത് എന്താണ് വരുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഇനി ജിക്സോ പസിൽ കൊണ്ടുപോയി തന്നിട്ട് പിള്ളേരോട് ഇത് അടുക്കി വെച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞാൽ വെറുതെ ടൈം പോവുള്ളൂ. കാരണം നമുക്കറിയാം ആ പസിൽ വളരെ ചെറുതാണ്. അപ്പോൾ അത് അടുക്കി ഇതിൻ്റെ കളർ വെച്ച് അടുക്കി വരുമ്പോഴത്തേനും ടൈം പോവും. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. പിന്നെ ഗ്ലോബ് നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ ഗ്ലോബ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അതിന് ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിൻ്റെ ഒരു ആൻസറായിട്ട് വരുന്ന ഏതാണ്? കേരളത്തിൻ്റെ ഭൂപടം നിലത്ത് യഥാർത്ഥ ദിശയിൽ നിവർത്തി വെച്ച് അതിരുകൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ആ രീതിയിലും ക്വസ്റ്റ്യൻ വരും. അതായത് ജനറലായിട്ടും ക്വസ്റ്റ്യൻ വരും. നമ്മൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ക്ലാസ് റൂമുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് വായിച്ചു ഒന്നും തരാം നോക്കിക്കേ. ക്വസ്റ്റ്യൻ നോക്കിക്കേ, കേരളത്തിൻ്റെ ഭൂപടം ഭിത്തിയിൽ തൂക്കിയിട്ട് അതിരുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഏകദേശം അതും ഇതിനോട് സാമ്യം വരുന്ന IMBയും ഏകദേശം സാമ്യം വരുന്ന രീതിയിലുള്ളതാണ്. പക്ഷെ കുറച്ചുകൂടെ നമുക്ക് ഇന്ന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് B ആണ്. കറക്റ്റ് നമ്മൾ ആ ദിക്കിൽ വടക്കിതാണ്, തെക്കിതാണ്, അല്ലെങ്കിൽ കിഴക്കിതാണ്, പടിഞ്ഞാറ് ഇതാണ് എന്ന രീതിയിൽ ആ മാപ്പും കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ നടുക്ക് വിരിച്ച് കുട്ടികളെ അതിന് ചുറ്റും നിർത്തി കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് കൂടുതൽ നന്നായിട്ട് അതിൻ്റെ അതിരുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാ എന്നാണ് ചോദിച്ചത്. നമ്മുടെ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലാത്തത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥൈൻ, കാർബൺ മോണോക്സൈഡ്. ഈ നാലെണ്ണത്തിലെ ഏതാണ് ഹരിതഗൃഹവാതകം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് നമ്മുടെ കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് എന്ന് ചോദിച്ചാൽ അത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്? ഹരിതഗൃഹവാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ഉണ്ട്, നമ്മുടെ മീഥൈൻ ഉണ്ട്, അതുപോലെ തന്നെ വരുന്നതാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ. അതായത് ക്ലോറോ ഫ്ലൂറോ ഗ്യാസസ് ആണ് നമ്മുടെ നാലാമത് വരുന്നത്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥൈന്, ക്ലോറോ ഫ്ലൂറോ ഗ്യാസസ് ആണ് നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ 4 പേരുകൾ ഓർത്തിരിക്കണേ. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥൈന്, നമ്മുടെ ഒന്നെങ്കിൽ അത് ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് എന്നാണെന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്ലോറോ ഫ്ലൂറോ ഗ്യാസസ്. ഇതിന് തന്നെ പറയുന്ന വേറൊരെണ്ണമാണ് കേട്ടോ, ഫ്ലൂറിനേറ്റഡ് ഗ്യാസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ ഗ്യാസസ്. ഈ 4 എണ്ണമാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഈ ക്ലോറോ ഫ്ലൂറോ ഗ്യാസസിൻ്റെ അകത്ത് നമ്മുടെ ഫ്ലൂറിനുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറേ എണ്ണം വരുന്നുണ്ട്. ഫ്ലൂറിൻ എന്നുള്ള പേരിലുള്ള വേറെ കുറേ വരുന്നുണ്ട്. അതെല്ലാം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അകത്ത് പെടുന്നത് തന്നെയാണ്. പക്ഷെ മെയിനായിട്ട് നമ്മൾ പറയുമ്പം കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥൈന്, ക്ലോറോ ഫ്ലൂറോ ഗ്യാസുകൾ, ഈ 4 എണ്ണമാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ വാതകങ്ങൾ സൂര്യനിൽ നിന്നുള്ള താപം നമ്മുടെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഇതിനെ പിടിച്ചു നിർത്തി നമ്മുടെ ഭൂമിയിലെ താപനില നിലനിർത്തുന്നതിന് സഹായിക്കുന്നതാണ് നമ്മുടെ ഈ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഹരിതഗൃഹവാതകങ്ങൾ നമ്മുടെ ഭൂമിയിലെ താപനില, നമുക്കറിയാം സൂര്യനിൽ നിന്ന് നല്ല രീതിയിൽ താപം നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ അന്തരീക്ഷത്തിൽ ഭൂമിയിലേക്ക് കൂടുതൽ രീതിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന, അതിൽ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന വാതകങ്ങളാണ് നമ്മുടെ ഈ ഹരിതഗൃഹവാതകങ്ങൾ. അത് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥൈന്, അതുപോലെ തന്നെ ക്ലോറോ ഫ്ലൂറോ നമ്മുടെ ഗ്യാസുകൾ അല്ലെങ്കിൽ ഫ്ലൂറിനേറ്റഡ് ഗ്യാസുകൾ. ഈ 4 എണ്ണമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 എണ്ണത്തിൻ്റെ പേരുകൾ കിട്ടിയോ? 3 എണ്ണം നമ്മുടെ ഓപ്ഷനിൽ തന്നെ ഉണ്ട്. പിന്നെ കാർബൺ മോണോക്സൈഡ് അല്ല, പിന്നെ ബാക്കി 3 എണ്ണം അതെ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, പിന്നെ ക്ലോറോ ഫ്ലൂറോ ഗ്യാസുകൾ, ഇതെല്ലാം നമ്മുടെ ഹരിതഗൃഹ വാതകങ്ങളാണ്. ഈ 4 എണ്ണത്തിൻ്റെ പേരുകൾ കിട്ടിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കി, ഇത് നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റി എന്ന പോലെ വരുന്നതാണ്. വ്യത്യസ്ത ചെടികൾ വളർന്ന് കായ്കൾ ഉണ്ടാകുന്നതിനെടുക്കുന്ന കാലയളവ് ഒരുപോലെയോ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് അനുയോജ്യമായ പഠനതന്ത്രം. നമുക്ക് പഠനതന്ത്രങ്ങൾ കുറേ ഉണ്ട്. സംവാദം, ഫീൽഡ് ട്രിപ്പ്, ഗ്രൂപ്പ് ചർച്ച,
പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെൻറ്റ്സ്, ഇതെല്ലാം സെമിനാറുകൾ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. നമ്മുടെ ഈ പഠന തന്ത്രങ്ങളിൻ്റെ അകത്ത് വരുന്നതാണ്. നമ്മുടെ ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ടുള്ള പഠന തന്ത്രങ്ങളിൻ്റെ അകത്ത് വരുന്നതാണ് ഈ ഡിബേറ്റ്, ഫീൽഡ് ട്രിപ്പ്, ഗ്രൂപ്പ് ചർച്ച, പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ അസൈൻമെൻറ്റ്സ് കൊടുക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പഠന തന്ത്രങ്ങളിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു പഠന തന്ത്രങ്ങളിൽ വ്യത്യസ്ത ചെടികൾ, അതായത് ഓരോ തരത്തിൽ, ഇപ്പം നമുക്ക് ഇപ്പം ചെമ്പരത്തി, റോസ അല്ലെങ്കിൽ വാഴ, മാവ്, തെങ്ങ് ഏതെടുത്താലും അതിൽ കായ്കൾ ഉണ്ടാകുന്നത് നമുക്കറിയാം. ഇപ്പം പ്ലാവ്, മാവ്, തെങ്ങ്, അപ്പം അതൊക്കെ എടുത്താൽ കായ്കൾ ഉണ്ടാകുന്നതിനെടുക്കുന്ന കാലയളവ് ഒരുപോലെയോ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള പഠന തന്ത്രം ഏതാണെന്ന്. ഡിബേറ്റ് ആണോ, ഫീൽഡ് ട്രിപ്പ് പോകുന്നതാണോ, ഗ്രൂപ്പ് ഡിസ്കഷൻ ആണോ, പ്രോജക്റ്റ് ആണോ എന്നുള്ളത് ഏതായിരിക്കും അനുയോജ്യമായിട്ടുള്ളത്? കാരണം ഇപ്പം മാവ്, തെങ്ങ്, പ്ലാവ് ഇത് മൂന്നും എടുത്താൽ അത് മൂന്നിലും കായ്കൾ ഉണ്ടാകുന്ന കാലയളവ് ഒരുപോലെയാണോ എന്നറിയണം. അപ്പം അതിന് ഡിബേറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അറിയാൻ പറ്റുമോ? ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതൊരു പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക. നമ്മളിപ്പോൾ ഡിബേറ്റ് വന്നിട്ട് 2 ഗ്രൂപ്പുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്കൊന്നും പറയാനില്ല. ഒരാൾ പറയും ഇന്ന മാവ് ഇന്ന സമയം കൊണ്ട് പോകും, മറ്റേ ആൾ അങ്ങനെ പറയും. അതിൽ നമുക്ക് പ്രത്യേകിച്ച് തെളിവുകളും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫീൽഡ് ട്രിപ്പ് പോയാലും നമുക്കറിയത്തില്ല. കാരണം ചിലപ്പോൾ മാവ് പൂത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും, പക്ഷെ പ്ലാവിലൊന്നും കാണത്തില്ല. അപ്പോൾ ഫീൽഡ് ട്രിപ്പ് പോയിട്ട് നമുക്ക് ജസ്റ്റ് അവിടെ ഒന്നും അറിയാനില്ല. ഗ്രൂപ്പ് ചർച്ചയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിലിരുന്ന് ചർച്ച ചെയ്തിട്ടും നമുക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം എന്ന രീതിയിൽ വരുന്നില്ല. പക്ഷെ ഒരു പ്രൊജക്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ, ഓരോരുത്തരും ഒരു പ്രൊജക്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവരതിനെപ്പറ്റി, ഇപ്പം മാവ്, പ്ലാവ്, തെങ്ങാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി, അതിൻ്റെ പ്രത്യേകതകൾ, അത് ഏത് സമയത്തേക്ക് കായ്ക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകതകൾ, എത്രമാത്രം വിളവുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രൊജക്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ പഠന തന്ത്രങ്ങളിൽ ഈ ഒരു ആക്ടിവിറ്റി, അതായത് വ്യത്യസ്ത ചെടികൾ വളർന്ന് കായ്കൾ ഉണ്ടാകുന്നതിനെടുക്കുന്ന കാലയളവ് ഒരുപോലെയോ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള പഠന തന്ത്രം എന്ന് വരുന്ന ഏതാണ്? നമ്മുടെ പ്രോജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിലും ക്വസ്റ്റ്യൻ വരും. നമ്മുടെ S2-ൻ്റെ അകത്ത് ഈ പഠനതന്ത്രങ്ങളെല്ലാം വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫീൽഡ് ട്രിപ്പ് ഉണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്, സംവാദങ്ങളുണ്ട്, ഗ്രൂപ്പ് ചർച്ചയുണ്ട്, പ്രോജക്റ്റ് ഉണ്ട്. അതെല്ലാം നമ്മുടെ പഠന തന്ത്രങ്ങളാണ്. ഈ ഒരു ക്ലാസ് റൂമുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യം ഓർത്തിരിക്കണം. കോമൺ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കാൻ നമ്മൾ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആൻസർ ബബിൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത് വരുന്നതാണ് നമ്മുടെ ഡേറ്റ്സുകൾ. നമുക്ക് സയൻസിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ എന്നാണെങ്കിലും ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടത് വരും. ഇവിടെ തന്നിരിക്കുന്നത് തെറ്റായ ജോഡി ഏതാന്നുള്ളതാണ്. ഏപ്രിൽ 22 ലോക ഭൗമദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, മാർച്ച് 22 ലോക വനദിനം, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന തെറ്റായ ജോഡി ഏതാണ്? മാർച്ച് 22 ലോക വനദിനം എന്നുള്ളതാണ് തെറ്റായ ജോഡി വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് സാധാരണ രീതിയിൽ നമ്മളോട് ചോദിക്കുക, ചിലപ്പോൾ നമ്മുടെ ലോക പരിസ്ഥിതി ദിനം എന്ന് നമുക്കറിയാം ജൂൺ 5, അങ്ങനെ ആ രീതിയിൽ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ മണ്ണ് ദിനം എന്ന്. അപ്പം ഏത് രീതിയിൽ വേണേലും ചോദിക്കാം. അപ്പം ചിലപ്പോൾ ഡേറ്റ് തന്നിട്ട് അത് ആഘോഷിക്കപ്പെടുന്ന ദിനമേത്, അല്ലെങ്കിൽ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഡേറ്റ് ഏത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്ഷൻസിൽ തരും. അപ്പോൾ ആ പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ചോദിച്ചിരിക്കുന്നത് തെറ്റായ ജോഡി ഏതാണ്. അപ്പോൾ നമുക്ക് ഡേറ്റ് അറിയണം, അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഗ്രൂപ്പിലേക്ക് അത് ഇട്ട് തരാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഡേറ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന തെറ്റായ ജോഡി ഏതെന്ന്, അത് മാർച്ച് 22 ലോക വനദിനം എന്നുള്ളത്. ശരിക്കും ലോക വനദിനം എന്നുള്ളത് മാർച്ച് 21. മാർച്ച് തന്നെയാണ്. മാർച്ച് 21 വേൾഡ് ഫോറസ്റ്റ് ഡേ. ബാക്കി 3 കറക്റ്റാണ് കേട്ടോ. ഏപ്രിൽ 22 ലോക ഭൗമദിനം, മെയ് 22 അന്താരാഷ്ട്ര വൈവിധ്യ ദിനം, സെപ്റ്റംബർ 16 നമ്മുടെ ഓസോൺ ഡേ. ഇത് നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ ഡേറ്റുകളെല്ലാം നിങ്ങൾ പഠിക്കണേ. ഏപ്രിൽ 22 ലോക ഭൗമദിനമാണ്. മെയ് 22 ആണെങ്കിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. സെപ്റ്റംബർ 16 ആണെങ്കിൽ അന്താരാഷ്ട്ര ഓസോൺ ദിനം അല്ലെങ്കിൽ നമ്മുടെ ഓസോൺ ഡേ. ഇനി ലോക വനദിനമാണെങ്കിൽ
മാർച്ച് 21 ലോക വനദിനം. അതുമായിട്ട് ബന്ധപ്പെട്ട 4 ഡേറ്റുകളുണ്ട്. മാർച്ച് 21 വനദിനം, 22 ഏതാണ് ജലദിനം, 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം, മാർച്ച് തന്നെ കേട്ടോ. മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം, മാർച്ച് 24 ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം. സാധാരണ എല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഇതിൻ്റെ ഒരു കോഡ്. അതായത് വനജയുടെ കാലക്ഷയം, അങ്ങനെ അത് ഓർത്തിരിക്കുന്നത്. മാർച്ച് 21, 22, 23, 24 അതിൻ്റെ ഒരു കോഡ് വരുന്നത് വനജയുടെ കാലക്ഷയം എന്നാ പറയുന്നത്. വനജയുടെ കാലക്ഷയം. അതിൻ്റെ അകത്ത് വനദിനം എന്നുള്ളത് 21, ജലദിനം എന്നുള്ളത് 22, കാലാവസ്ഥാ ദിനം എന്നുള്ളത് 23, ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം 24. അത് മാർച്ച് തന്നെയുള്ള അടുപ്പിച്ചുള്ള ഡേറ്റുകളാണ്. 21, 22, 23, 24. അത് പെട്ടെന്ന് ഓർത്തിരിക്കും. ഈ ഒരു കോഡ് ഓർത്താൽ മതി. വനജയുടെ കാലക്ഷയം. അതിൽ വനദിനം 21, ജലദിനം 22, കാലാവസ്ഥാ ദിനം 23, ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം 24. കിട്ടിയോ? പിന്നെ നമ്മുടെ ഏപ്രിൽ 22 ലോക ഭൗമദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനം, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം. ഇത്രയും കിട്ടിയോ ഡേറ്റുകൾ? ബാക്കി ഡേറ്റുകൾ ഞാൻ ഗ്രൂപ്പിലിട്ട് തരാവേ. ഓക്കെ അല്ലേ? എനിക്ക് തോന്നുന്നു ഈ കോഡുകൾ എല്ലാവരും കേട്ടിട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലേ? വനജയുടെ കാലക്ഷയം. അത് കുറേ തവണ നമ്മൾ എപ്പോഴും ഈ എക്സാമിന് PSCക്കാണെങ്കിൽ പോലും എക്സാമുകൾക്കെല്ലാം പൊതുവേ നമ്മൾ പഠിക്കുന്നതാണ് വനജയുടെ കാലക്ഷയം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡേറ്റുകൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇനി അടുത്താണ് നമ്മുടെ എന്താണ് ക്യൂണി കൾച്ചർ. നമുക്ക് ഈ കൾച്ചറുകളെല്ലാം പഠിക്കേണ്ടതാണ്. നമ്മുടെ 7ാം ക്ലാസ്സിലൊക്കെ ഉള്ളതാണ് ഈ ഒരു കൾച്ചേഴ്സ്. അതും പൊതുവെ കേട്ടിട്ടിനകത്ത് ചോദിക്കാറുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കൾച്ചറുകൾ. അപ്പോൾ ഞാനത് എടുത്ത് കാണിക്കാം. എന്താണ് ക്യൂണി കൾച്ചർ നോക്കിക്കേ. ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മുയൽ വളർത്തലാണ് ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ. വാട്ട് ഈസ് ക്യൂണി കൾച്ചർ? ക്യൂണി കൾച്ചർ നമ്മുടെ റാബിറ്റ് ബ്രീഡിംഗ് ആണ്. അതായത് മുയൽ വളർത്തലിനെയാണ് നമ്മൾ ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തേനീച്ച വളർത്തൽ, മീൻ വളർത്തൽ, പട്ടുനൂൽ പുഴു വളർത്തലൊക്കെ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനത് ഗ്രൂപ്പിലിട്ട് തന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. എന്നാലും നോക്കിക്കോ. ഇതിപ്പം നോക്കിക്കേ, നമ്മുടെ മുയൽ വളർത്തലാണ് ക്യൂണി കൾച്ചറായിട്ട് വരുന്നത്. തേനീച്ച വളർത്തൽ എന്ന് പറയുന്ന പേരാണ് എപ്പി കൾച്ചർ. തേനീച്ച വളർത്തൽ എന്ന് പറയുന്ന പേരാണ് എപ്പി കൾച്ചർ. ഇനി നമ്മുടെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പുഷ്പകൃഷിക്ക് പറയുന്നതാണ് ഫ്ലോറി കൾച്ചർ. പുഷ്പകൃഷിക്ക് പറയുന്നതാണ് ഫ്ലോറി കൾച്ചർ. നമ്മുടെ പട്ടുനൂൽപ്പുഴു കൃഷിക്കാണെങ്കിൽ സെറി കൾച്ചർ എന്നാണ് പറയുന്നത്. നമ്മുടെ പട്ടുനൂൽപ്പുഴു വളർത്തലിനാണെങ്കിൽ സെറി കൾച്ചർ എന്ന് പറയും. മത്സ്യകൃഷിയാണെങ്കിൽ അത് പിസി കൾച്ചർ. മത്സ്യകൃഷി പിസി കൾച്ചർ എന്നറിയപ്പെടുന്നു. കന്നുകാലി വളർത്തലാണെങ്കിൽ ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. കന്നുകാലി വളർത്തൽ ലൈവ് സ്റ്റോക്ക് ഫാർമിംഗ് എന്നാണ് നമ്മുടെ കന്നുകാലി വളർത്തൽ പറയപ്പെടുന്നത്. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്നാണ് കന്നുകാലി വളർത്തൽ അറിയപ്പെടുന്നത്. ഇനി കോഴിക്കൃഷിയാണെങ്കിൽ പൗൾട്രി ഫാമിംഗ് ആണ് നമ്മുടെ കോഴിക്കൃഷി അറിയപ്പെടുന്നത്. പൗൾട്രി ഫാമിംഗ് ആണ്. കൂൺ കൃഷിയാണെങ്കിൽ നമുക്കറിയാം മഷ്റൂം കൾച്ചർ. കൂൺ കൃഷിയാണെങ്കിൽ മഷ്റൂം കൾച്ചർ. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ കാർഷിക രംഗത്തെ വിവിധ തരത്തിലുള്ള കൾച്ചറുകൾ എന്ന് പറയുന്നത് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാറിപ്പോകാതെ പഠിക്കണം. നമ്മളോട് ഇപ്പോൾ ചോദിച്ചത് ക്യൂണി കൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്യൂണി കൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മുയൽ വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ക്യൂണി കൾച്ചർ. ഇനി തേനീച്ച വളർത്തലാണെങ്കിൽ പിസി കൾച്ചറാണ്. തേനീച്ച വളർത്തലാണെങ്കിൽ എപ്പി കൾച്ചറാണ്. മത്സ്യകൃഷിയാണെങ്കിൽ പിസി കൾച്ചറാണ്. പട്ടുനൂൽപ്പുഴു ആണെങ്കിൽ സെറി കൾച്ചറാണ് കേട്ടോ. ഈ 4 ഓപ്ഷൻസിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. മത്സ്യകൃഷിയാണെങ്കിൽ പിസി കൾച്ചർ, പട്ടുനൂലാണെങ്കിൽ സെറി കൾച്ചർ, തേനീച്ച വളർത്തലാണെങ്കിൽ എപ്പി കൾച്ചർ. പിന്നെ നമ്മുടെ മുയൽ വളർത്തലാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ് ക്യൂണി കൾച്ചറാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തേനീച്ച വളർത്തലാണെങ്കിൽ ഏതായിരുന്നു? നമ്മുടെ തേനീച്ച വളർത്തലാണെങ്കിൽ എപ്പി കൾച്ചറാണ്.
മീൻ വളർത്തലാണെങ്കിൽ പിസിക്കൾച്ചറാണ്. പട്ടുനൂൽപ്പുഴു ആണെങ്കിൽ ഏതായിരുന്നു? നമ്മുടെ പട്ടുനൂൽപ്പുഴു വന്നത് സെറികൾച്ചർ ആയിരുന്നു. നമ്മുടെ പട്ടുനൂൽപ്പുഴു വരുന്നത് കേട്ടോ. സെറികൾച്ചറാണ് പട്ടുനൂൽപ്പുഴുവിൻ്റെ വരുന്നത്. പിന്നെ ബാക്കി കൾച്ചേഴ്സും പഠിക്കണം, കാരണം നമുക്ക് ഏതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക എന്ന് അറിയത്തില്ല. അപ്പോൾ ആ കാർഷിക രംഗത്തെ ആ പ്രധാനമായിട്ടുള്ള കൾച്ചറുകൾ എല്ലാം പഠിക്കണം. ഇപ്പോൾ നമ്മുടെ പൂക്കളുടെ പുഷ്പകൃഷിയാണെങ്കിൽ അത് ഫ്ലോറികൾച്ചറാണ്. അപ്പോൾ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, കിട്ടിയോ? നമ്മുടെ തേനീച്ച വളർത്തൽ, മീൻ വളർത്തൽ, അതിൻ്റെ എല്ലാം പേരുകൾ കിട്ടിയോ? ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നേക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കി, ജലസംഭരണ ശേഷി കൂടുതലുള്ള മണ്ണ്. എക്കൽ മണ്ണ്, മണൽ മണ്ണ്, ചെങ്കൽ മണ്ണ്, കളിമണ്ണ്. ഇതിലേതിനാണ് ജലസംഭരണ ശേഷി ഏറ്റവും ഡി, ഓപ്ഷൻ ഡി ആണ്, കളിമണ്ണാണ് കേട്ടോ. കളിമണ്ണാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ജലസംഭരണ ശേഷി ഏറ്റവും കൂടുതലുള്ള മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ കളിമണ്ണ്, അല്ലെങ്കിൽ നമ്മുടെ ക്ലേ സോയിൽ. നമ്മൾ മറ്റേ മൺപാത്രങ്ങളൊക്കെ നമ്മൾ കളിമണ്ണ് കൊണ്ട് മത്സരങ്ങളും രൂപങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകാറില്ല. അപ്പോൾ കളിമണ്ണിനാണ് നമ്മുടെ ജലസംഭരണ ശേഷി ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്, അല്ലെങ്കിൽ അലൂവിയൽ സോയിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് മണ്ണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? അലൂവിയൽ സോയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, മണൽ മണ്ണ് അല്ലെങ്കിൽ നമ്മുടെ സാൻഡി സോയിൽ. നമുക്കറിയാം ഈ തീരപ്രദേശത്തുള്ള മണ്ണ്, നമ്മുടെ ഈ കടലിൻ്റെയൊക്കെ തീരപ്രദേശത്തുള്ള മണ്ണാണ് നമ്മുടെ ഈ സാൻഡി സോയിൽ അല്ലെങ്കിൽ മണൽ മണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത തന്നെ ജലസംഭരണ ശേഷി വളരെ കുറവായിരിക്കും, കൂടുതലായിട്ടും കാണപ്പെടുന്ന ഈ നമ്മുടെ തീരപ്രദേശത്തായിരിക്കും. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മുടെ ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് സോയിൽ കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളതാണ് അലൂവിയൽ സോയിൽ. കേരളത്തിലാണെങ്കിൽ ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാട്രൈറ്റ് സോയിലാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചെങ്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു റെഡ് കളറിലുള്ളതാണ്. അതുപോലെ തന്നെ എന്താ ഇരുമ്പ് ഓക്സൈഡിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ചെങ്കൽ മണ്ണിന് ആ ഒരു റെഡ് കളറ് കൂടുതലായിട്ടും കിട്ടുന്നത്. നമ്മൾ പറഞ്ഞ എക്കൽ മണ്ണിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഈ എക്കൽ മണ്ണ് തന്നെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് എക്കൽ മണ്ണ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ജൈവാംശം കൂടുതലുള്ള മണ്ണും എക്കൽ മണ്ണ് തന്നെ. ഇപ്പം ജലസംഭരണ ശേഷി കൂടുതലുള്ളത് കളിമണ്ണിനാണ്. ജൈവാംശം കൂടുതലുള്ളതും അല്ലെങ്കിൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് എക്കൽ മണ്ണാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കാണപ്പെടുന്നുണ്ട്. കേരളത്തിൽ കൂടുതലായിട്ട്, കേരളത്തിൽ എക്കൽ മണ്ണും എല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും കൂടുതലായിട്ട് കാണപ്പെടുന്നതെന്ന് പറയുന്നത് ചെങ്കൽ മണ്ണാണ് കേട്ടോ. പിന്നെ മണൽ മണ്ണ് നമുക്കറിയാം നമ്മുടെ തീരപ്രദേശത്ത് ഉള്ളതാണ് നമ്മുടെ മണൽ മണ്ണ്. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത ഒരു കാര്യം കൂടെ പറയാം. മണ്ണ് വർഷം നമ്മളന്ന് അന്താരാഷ്ട്ര UN ഡേയ്സ്, അതായത് UN ദിനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഓരോ വർഷത്തിലും നമ്മൾ 2023 നമ്മൾ എന്നായിരുന്നു മില്ലറ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ മണ്ണ് വർഷം 2015 ആയിരുന്നു കേട്ടോ. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് നമ്മൾ ആചരിച്ചിരുന്നു. അപ്പോൾ 2015 ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, മണ്ണ് വർഷമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ 2015 കേട്ടോ. അപ്പോൾ മണ്ണ് വർഷം ആയിട്ട്, അന്താരാഷ്ട്ര മണ്ണ് വർഷമായിട്ട് ആഘോഷിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 2015. ഞാനത് ഓൾറെഡി ഗ്രൂപ്പിലിട്ട് തന്നായിരുന്നു. നമ്മുടെ UN ആഘോഷിക്കുന്ന ആ ഓരോ വർഷങ്ങളുടെ പ്രത്യേകതകൾ അത് ഏതൊക്കെ വർഷമാണെന്നുള്ളത് ഗ്രൂപ്പിലിട്ടായിരുന്നു. അതിൽ ഇതോടെ ഓർത്തിരിക്കുക, 2015 മണ്ണ് വർഷമായിട്ട് നമ്മൾ ആഘോഷിച്ചത് കേട്ടോ. ഓക്കെ, ഇനി മണ്ണിനെ കുറിച്ചുള്ള പഠനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തൊരു കാര്യമായിട്ട് അതോടെ പറഞ്ഞേക്കാം. ഓക്കെ, മണ്ണുമായിട്ട്, അതായത് മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് നമ്മുടെ പെഡോളജി എന്ന് പറയും കേട്ടോ. പെഡഗോഗി അല്ല, പെഡഗോഗി നമ്മുടെ അധ്യാപന ശാസ്ത്രമായിട്ട് വരും. ഇത് പെഡോളജി എന്ന് പറയുന്ന മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പെഡോളജി കേട്ടോ. മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് പെഡോളജി. അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്ന് പറയുന്നത് 2015.
മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണിനാണെങ്കിൽ എക്കൽ മണ്ണ്, കേരളത്തിലാണെങ്കിൽ ചെങ്കൽ മണ്ണ്. പിന്നെ ജലസംഭരണ ശേഷി കൂടുതലുള്ള മണ്ണാണെങ്കിൽ ഏതാണ്? കളിമണ്ണാണ്. ഇനി നമ്മുടെ ജൈവാംശം കൂടുതൽ അല്ലെങ്കിൽ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ് ചോദിച്ചാൽ ഏതാണ്? എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ. ഇത്രയും കിട്ടിയോ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട്? ഇതെല്ലാം കിട്ടാത്തതുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. മണ്ണ് വർഷം 2015 മണ്ണിനെ പറ്റിയുള്ള പഠനം പെഡോളജി എന്നറിയപ്പെടുന്നു. ജലസംഭരണ ശേഷി കൂടുതലുള്ളത് ക്ലേ സോയിൽ അല്ലെങ്കിൽ കളിമണ്ണിനാണ്. ജൈവാംശം കൂടുതലുള്ളതാണെങ്കിൽ അത് നമ്മുടെ അലൂവിയൽ സോയിൽ അല്ലെങ്കിൽ എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ അത് ചെങ്കൽ മണ്ണാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ, മണ്ണുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ? മണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഈ കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നൊരു കാര്യം കൂടെ ഉണ്ട്. ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ് അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ പാലക്കാട്, ചിറ്റൂരാണ് കേട്ടോ. ബ്ലാക്ക് സോയിൽ അതോടെ ആയിരിക്കും നമ്മുടെ കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പാലക്കാട്, ചിറ്റൂർ എന്ന സ്ഥലത്താണ് കേട്ടോ. ബ്ലാക്ക് സോയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് പാലക്കാട്, ചിറ്റൂർ എന്ന സ്ഥലത്താണ് നമ്മുടെ കറുത്ത മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അവിടെ എഴുതിയോ? കറുത്ത മണ്ണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് നമ്മുടെ പാലക്കാട്, ചിറ്റൂരാണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 4ാം ക്ലാസ്സിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ക്ലാസ് വിനിമയം ചെയ്യുന്ന ടീച്ചർ 1 മുതൽ 3 വരെ ക്ലാസ്സുകളിൽ കുട്ടി കൃഷിയുമായി ബന്ധപ്പെട്ട് നേടിയ ധാരണകൾ ഏതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പാഠ്യ പദ്ധതിയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്? അതായത് നമ്മുടെ ടീച്ചർ 4ാം ക്ലാസ്സിലാണ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ടീച്ചർ പഠിപ്പിക്കുമ്പം 1 മുതൽ 3ാം ക്ലാസ് വരെ ആ കൊച്ചിന് കൃഷിയായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം എന്ന് ആ ടീച്ചറിന് അറിഞ്ഞിരിക്കണം അല്ലേ? അതായത് 1 തൊട്ട് 3 വരെ ക്ലാസ്സുകളിൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അവൻ പഠിച്ചിട്ടുണ്ട് എന്ന് 4ാം ക്ലാസ് പഠിപ്പിക്കുന്ന ടീച്ചർ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷത, ഞാൻ പറഞ്ഞ പാഠ്യപദ്ധതി സവിശേഷതകളൊക്കെ നമ്മളിപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് സവിശേഷതയാണ് ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റഗ്രേഷൻ ആണോ, ഉദ്ഗ്രഥിതമാണോ, സ്പൈറൽ ചാക്രികാരോഹണ സമീപനമാണോ, പ്രക്രിയാബന്ധിതമാണോ, പരിസരബന്ധിതമാണോ? ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ചാക്രിക ആരോഹണ സമീപനം അല്ലെങ്കിൽ സ്പൈറൽ മെത്തേഡ് അല്ലെങ്കിൽ സ്പൈറൽ അപ്രോച്ചാണ് അല്ലേ. ഉദ്ഗ്രഥിതം നമുക്കറിയാം ഇൻ്റഗ്രേഷൻ, അതായത് ഒരു നമുക്കറിയാം 1ലും 2ാം ക്ലാസ്സിലും എല്ലാം നമുക്ക് ഇൻ്റഗ്രേറ്റഡ് എന്ന രീതിയിലാണ് പോകുന്നത് അല്ലേ. അതായത് എല്ലാ സബ്ജക്റ്റും മാത്സും സയൻസും സോഷ്യലും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ LP ക്ലാസ്സുകളിൽ പോകുന്നത്. എല്ലാ സബ്ജക്റ്റിൽ നിന്നും ഒരു പാഠത്തിൽ തന്നെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും കണക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 മുതൽ 4 വരെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് 1ാം ക്ലാസ്സിൽ ഇപ്പോൾ കൃഷിയായിട്ട് ജസ്റ്റ് പരിസരത്തിലുള്ള ഇലകളും കാര്യങ്ങളും ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ 2ാം ക്ലാസ്സിൽ ആ കൊച്ച് നമ്മുടെ ഏതൊക്കെ തരത്തിലുള്ള വൃക്ഷങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ 3ാം ക്ലാസ് വരുമ്പോൾ നമ്മുടെ സ്ഥിരാവിന്യാസങ്ങൾ എന്ന രീതിയിൽ വരുന്നുണ്ട് അല്ലേ. പിന്നെ 4ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പൈറലിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ചാക്രിക ആരോഹണ രീതിയിലാണ് അത് പോകുന്നത്. അപ്പോൾ പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ്? ചാക്രിക ആരോഹണ സമീപനമാണ്. ചാക്രിക ആരോഹണ രീതിയുടെ വക്താവ് ആരാ? സ്പൈറലിംഗ് മെത്തേഡിന്റെ വക്താവ് ആരാ? സൈക്കോളജിക്കകത്ത് ജെറോമസ് ബ്രൂണർ ആണ് നമ്മുടെ ചാക്രിക ആരോഹണ രീതി അല്ലെങ്കിൽ സ്പൈറലിംഗ് മെത്തേഡിന്റെ വക്താവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അതായത് പാഠ്യപദ്ധതിയുടെ സവിശേഷതകൾ അത് നമ്മുടെ DLEDന്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് പാഠ്യപദ്ധതി സവിശേഷതകൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഉദ്ഗ്രഥിത സമീപനം, ചാക്രികാരോഹണം, പ്രക്രിയാബന്ധിതം, പരിസരബന്ധിതം,
നമ്മളിപ്പോൾ പറഞ്ഞ കുറേ ശിശു കേന്ദ്രീകൃതം, ഇതെല്ലാം നമ്മുടെ പാഠ്യപദ്ധതി സവിശേഷതകളാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഒരു ക്ലാസ്സിൽ തന്നെ സോഷ്യലും സയൻസുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ പഠിക്കുമ്പം നമ്മൾ 1ാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു പഴയ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്താണോ പുതിയതിൻ്റെ അകത്താണോ ഒരു കൊച്ചു വീട് തന്നിട്ട് ആദ്യം പരിസരത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് തുടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഇൻ്റഗ്രേഷൻ എന്ന രീതിയിലായത് സയൻസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, മലയാളം ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ആ ഒരു രീതിയിൽ അത് ഇൻ്റഗ്രേഷനായിട്ട്, അപ്പോൾ ആ രീതിയിലും ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. അതപ്പോൾ പാഠ്യപദ്ധതി സവിശേഷതകളിൽ ഏത് വേണേലും ചോദിക്കാം. ചിലപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ചോദിക്കാം, നമ്മൾ മുമ്പേ പ്രക്രിയാബന്ധിതത്തിൻ്റെ കണ്ടില്ലായിരുന്നു, അതുപോലെ തന്നെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചാക്രികം, ഏത് വേണേലും ചോദിക്കാം. അപ്പോൾ പാഠ്യപദ്ധതി സവിശേഷതകൾ ഏതൊക്കെയാണ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതി അത് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഞാൻ ആ DLEDൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇട്ട് തന്നേക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. 2 ടെക്സ്റ്റിൻ്റെ അകത്തും ഉണ്ട്, S1ൻ്റെ അകത്തും ഉണ്ട്, അതുപോലെ തന്നെ S2ൻ്റെ അകത്തും ഉണ്ട്. അപ്പോൾ അത് രണ്ടും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ 70ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ഹൈസ്കൂളിനകത്ത് ബയോളജിക്കകത്തുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട നേത്രവൈകല്യം: അടുത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിലായി ഫോക്കസ് ചെയ്യപ്പെടുന്നു, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ A ആണ്, നമ്മുടെ ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ലോങ് സൈറ്റ് ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 2 കാര്യങ്ങളും എഴുതിയെടുത്തോ കേട്ടോ. അതായത് ഒന്നാമത്തെ ദീർഘദൃഷ്ടി എന്ന് എഴുതുക അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്ന് എഴുതുക. ലോങ് സൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അടുത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിലായി ഫോക്കസ് ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചാണ് നമ്മൾ പരിഹരിക്കുന്നത്. ലോങ് സൈറ്റ് ഉള്ളവർ വെക്കുന്ന ഗ്ലാസ് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അതായത് അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകലെയുള്ളത് കാണാം, അടുത്തുള്ളത് കാണത്തില്ല. അടുത്തുള്ളത് കാണാൻ ഇങ്ങനെ നമ്മൾ അടുപ്പിച്ച് പിടിക്കണം. ആ ഒരു പ്രശ്നമാണ് നമ്മുടെ ദീർഘദൃഷ്ടിക്കുള്ളത്. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന കോൺവെക്സ് ലെൻസാണ്. അതുപോലെ തന്നെ അടുത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിലായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ഈ ലോങ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ ദീർഘദൃഷ്ടിയും ഹ്രസ്വദൃഷ്ടിയും അസ്റ്റിഗ്മാറ്റിസവും ഗ്ലോക്കോമയും എല്ലാം നേത്രവൈകല്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നേത്രവൈകല്യങ്ങളാണ്. അതിൽ ലോങ് സൈറ്റിൽ ഉപയോഗിക്കുന്നതാണ് എന്ത്? കോൺവെക്സ് ലെൻസ്. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് സൈറ്റിൽ ഉപയോഗിക്കുന്നത് എന്നായിരിക്കും? ഷോർട്ട് സൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോൺകേവ് ലെൻസ് കേട്ടോ. കോൺകേവ് ലെൻസ് അതായത് അടുത്തുള്ളതെല്ലാം കാണും, പക്ഷെ അകലെയുള്ള ബോർഡുകളൊക്കെ വായിക്കാനൊക്കെ ആയിരിക്കും ബുദ്ധിമുട്ട്. നമ്മൾ ബസ്സിൻ്റെ ബോർഡൊക്കെ വരുമ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പരിപാടിയല്ലേ. എൻ്റെ ഷോർട്ട് സൈറ്റ് കേട്ടോ, എനിക്ക് അടുത്തുള്ളത് നന്നായിട്ട് കാണാം. അകലെയുള്ള ഇത് ബസ്സിൻ്റെ ബോർഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ അത് ഭയങ്കര പാടാണ്. ഈ കുനൂന എഴുതിയിരിക്കുന്നതൊക്കെ വായിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കോൺകേവ് ലെൻസാണ്, ഷോർട്ട് സൈറ്റ് ആണ് ആ വരുന്നത്. കോൺവെക്സ് ആണെങ്കിൽ നമ്മുടെ ലോങ് സൈറ്റും, ഷോർട്ട് സൈറ്റ് ആണെങ്കിൽ കോൺകേവ് ലെൻസുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്ന അടുത്തുള്ളത് കാണാൻ പറ്റും, അകലെയുള്ളതൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ കോൺകേവ് ലെൻസ് വരുന്നത് ഷോർട്ട് സൈറ്റിൻ്റെ അത്. ഇനി അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ലെൻസ് അല്ലെങ്കിൽ കോർണിയയ്ക്ക് വരുന്ന വളവ് കാരണം കാഴ്ച മങ്ങിപ്പോകുന്ന അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ കണ്ണിൻ്റെ കോർണിയ അല്ലെങ്കിൽ ലെൻസിന് വരുന്ന വളവ്, ആ വളവ് കാരണം നമ്മുടെ കാഴ്ച മങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് ഈ അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത് കേട്ടോ. അത് കണ്ണിൻ്റെ കോർണിയ അല്ലെങ്കിൽ നമ്മുടെ ലെൻസിന് വരുന്നൊരു വളവ് കാരണം നമുക്ക് കാഴ്ച മങ്ങി പോകുന്നൊരവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം എന്നറിയപ്പെടുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഗ്ലോക്കോമയാണെങ്കിൽ ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന നെർവ് ഉണ്ട്, നമ്മുടെ കണ്ണിനെ നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന നെർവ് ഉണ്ട്, ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നത്. ഈ ഒപ്റ്റിക് നെർവിന് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ കണ്ണിനെ കണ്ണിനെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഒപ്റ്റിക് നെർവ് ഉണ്ട്. ഈ ഒപ്റ്റിക് നെർവിന് എന്തെങ്കിലും ഒരു ഭവിഷ്യത്ത് സംഭവിച്ചാൽ അത് നമ്മളെ കണ്ണിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് ഗ്ലോക്കോമ. അങ്ങനെ സംഭവിക്കുന്നതാണ് നമുക്ക് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖം കേട്ടോ. അപ്പോൾ ഈ 4 നേത്രവൈകല്യങ്ങൾ ഓർത്തിരിക്കണം, കാരണം ഈ ഗ്ലോക്കോമ പലതവണ ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഗ്ലോക്കോമ എന്തോ
ഒന്നുകൂടെ പറയാം കേട്ടോ. ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു എന്താ പിക്ചർ ഞാൻ എടുത്തിട്ടിരിക്കുന്ന സ്പേസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ, അതുകൊണ്ടാണ് എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാതെ വരുന്നത്. ഈ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണും ബ്രെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഒപ്റ്റിക് നെർവ്, OPTIC, ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്നൊരു ഞരമ്പുണ്ട്. ഈ ഒരു ഒപ്റ്റിക് നെർവിന് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ നമ്മുടെ കാഴ്ചയ്ക്ക് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് എന്ത്, ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ആ ഒരു ഒപ്റ്റിക് നെർവിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് കാഴ്ചക്കുറവ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് പോകുന്ന രീതിയിൽ വരുന്നതാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. അതായത് ഒപ്റ്റിക് നെർവിന് എന്തെങ്കിലും കേടുപാട് വരുന്നത് അത് ഏത് നേത്രവൈകല്യമാണ്, ആ രീതിയിലും ചോദിക്കാം. ഗ്ലോക്കോമ പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഗ്ലോക്കോമയും ഷോർട്ട് സൈറ്റും നമ്മുടെ ദീർഘദൃഷ്ടി ഹ്രസ്വദൃഷ്ടിയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ പഴയ കേറ്റിനകത്ത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ദീർഘദൃഷ്ടിയാണെങ്കിൽ അത് അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ പറ്റുന്ന ലെൻസ് ഏതാണ്, പ്ലെയിൻ ആണോ, കോൺകേവ് ആണോ, കോൺവെക്സ് ആണോ, ആ രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ കോൺകേവും, ലോങ് സൈറ്റ് ദീർഘദൃഷ്ടിയാണെങ്കിൽ കോൺവെക്സും ആണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അസ്റ്റിഗ്മാറ്റിസം ആണെങ്കിൽ നമ്മുടെ കണ്ണിലുള്ള വളവ്, അതായത് കണ്ണിൻ്റെ കോർണിയയ്ക്ക് അല്ലെങ്കിൽ ലെൻസിനുള്ള വളവ് കാരണം നമ്മുടെ കാഴ്ച മങ്ങുന്നതാണ് അസ്റ്റിഗ്മാറ്റിസം. ഗ്ലോക്കോമയാണെങ്കിൽ ഒപ്റ്റിക് നെർവിനുണ്ടാകുന്ന കേടുപാട് മൂലം നമ്മുടെ കണ്ണിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ഒരു വൈകല്യമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 4 നേത്രവൈകല്യങ്ങളും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളും കിട്ടിയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഹരിതോർജം അല്ലാത്തത്, അതായത് ഗ്രീൻ എനർജി, ഹരിതോർജം അല്ലാത്തത് ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. കാറ്റിൽ നിന്നുള്ള ഊർജം, സൗരോർജം, പ്രകൃതിവാതകത്തിൽ നിന്നുള്ള ഊർജം, ഭൂതാപോർജം. ഇതിലേതാണ് ഹരിതോർജം അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത് സി ഓപ്ഷനാണ്. പ്രകൃതിവാതകത്തിൽ നിന്നുള്ള ഊർജം. നമുക്കറിയാം പ്രകൃതിവാതകങ്ങൾ, ഹൈഡ്രോ കാർബൺ അങ്ങനെയുള്ള പ്രകൃതിവാതകങ്ങളുണ്ട്. അപ്പം അതിൽ നിന്നുള്ള ഊർജമാണ് ഹരിതോർജം അല്ലാത്തത് എന്ന രീതിയിലാണ് ആൻസർ വന്നിരിക്കുന്നത്. ഇനി ഭൂതാപോർജം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് അടിയിലുള്ള താപം ഉപയോഗിച്ച് നമ്മൾ നിർമ്മിക്കുന്നതാണ് ഭൂതാപോർജം. പിന്നെ കാറ്റിൽ നിന്ന് നമുക്കറിയാം വിൻഡ് എനർജി, സൗരോർജം നമ്മുടെ സൂര്യനിൽ നിന്നുള്ള സോളാർ എനർജി, ഇതെല്ലാം ഹരിതോർജമാണ് അല്ലെങ്കിൽ ഗ്രീൻ എനർജിയാണ്. പക്ഷെ ഇതിലൊന്നും പെടാത്തതാണ് ഈ പ്രകൃതിവാതകത്തിൽ നിന്നുള്ള ഊർജം. നമ്മുടെ പ്രകൃതിവാതകങ്ങളായിട്ടുള്ള ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, പിന്നെ നമ്മുടെ പെട്രോളിയം, ഡീസൽ ഇതെല്ലാം നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുമല്ലോ. അപ്പം ഇതെല്ലാം എന്താണ്, ഹരിതോർജം അല്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത് കേട്ടോ. ബാക്കി വിൻഡ് എനർജി, സോളാർ എനർജി, ജിയോ തെർമൽ എനർജി ഇതെല്ലാം ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഹരിതോർജം എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്കറിയാവുന്ന കാര്യമാണ് കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീൻ അല്ലേ? കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീൻ. പിന്നെ നമ്മുടെ സംസ്ഥാന മൃഗം, പക്ഷി അല്ലെങ്കിൽ പൂവ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ ദേശീയ മത്സ്യം, മൃഗം, പിന്നെ ദേശീയ വിനോദം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് പഠിച്ചിരിക്കണം കേട്ടോ. നമ്മളവർക്ക് സിമ്പിളാണ്, നമുക്കെല്ലാവർക്കും അറിയാം എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അത് ചോദിച്ചിട്ടുണ്ട്, ഒന്നിടവിട്ടുള്ള വർഷങ്ങളിൽ അത് ചോദിച്ചിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സത്യം പറഞ്ഞാൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് ദേശീയമായിട്ട് ബന്ധപ്പെട്ടതും നമ്മുടെ സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട മൃഗം, മത്സ്യം, വിനോദങ്ങൾ, പൂവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് പഠിച്ചിരിക്കണേ. ഇനി അടുത്ത് വരുന്നതാണ് പ്രൊട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെട്ട ഏകകോശ ജീവികൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ കൂട്ടം. എനിക്ക് തോന്നുന്നു ആ രോഗങ്ങളുടെ ആ ഒരു ക്ലാസ് നമ്മുടെ റെക്കോർഡഡ് ഇതിലായിട്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൻ്റെ അകത്ത് കുറേ രോഗങ്ങളും രോഗകാരികളും, അതായത് ബാക്ടീരിയ, ഫംഗസ്, പിന്നെ നമ്മുടെ കൊതുക് പരത്തുന്ന രോഗങ്ങൾ, എലി പരത്തുന്ന രോഗങ്ങൾ, നമ്മുടെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളുണ്ട്. അതിൽ പകരുന്ന രോഗങ്ങളുണ്ട്, പകരാത്ത രോഗങ്ങളുണ്ട്,
അങ്ങനെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ആൻസർ വട്ടച്ചൊറി, വളങ്കടി, സോറിയാസിസ്. അതാണോ? എ ആണോ ഓപ്ഷൻ ആൻസർ? അതെനിക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്നാ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ആൻസർ വന്നിരിക്കുന്നത് ഡി എന്ന രീതിയിൽ ആൻസർ വന്നിരിക്കുന്നത്. കാരണം മലേറിയ, അമീബിക് ഡിസെൻട്രി, സ്ലീപ്പിംഗ് സിക്നസ് എന്ന രീതിയിലാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്ഷൻ എ എന്ന രീതിയിലാണ് വന്നത്. പ്രൊട്ടിസ്റ്റ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ വട്ടച്ചൊറി, വളങ്കടി, സോറിയാസിസ് എന്ന രീതിയിലാണോ വന്നിരിക്കുന്നത് എല്ലാവർക്കും? ആണോ? ഡി കുറച്ച് ഡിയും ഉണ്ട്, എ ഉണ്ട്. ഓക്കെ, അത് ഞാൻ ഒന്നുകൂടെ കൺഫേം ആക്കിയിട്ട് പറയാം കേട്ടോ. കാരണം പ്രൊട്ടിസ്റ്റ വിഭാഗത്തിൽ പെട്ടത് അതൊന്നുകൂടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടെ ഒന്ന് ഞാൻ അരിച്ച് പെറുക്കേണ്ടിയിരിക്കുന്നു. കാരണം ബാക്കി നമ്മുടെ ബാക്ടീരിയ, ഫംഗസ് എല്ലാത്തിൻ്റെയും വരുന്നുണ്ട്. നമ്മുടെ UP ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളിനകത്ത് തന്നെ ആ രോഗകാരികളും അതെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. ചാപ്റ്റർ വൈസ് 5, 6, 7 എല്ലാത്തിനകത്തും വരുന്നുണ്ട്. ബാക്ടീരിയ ആണെങ്കിൽ കോളറ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. വൈറസ് ആണെങ്കിൽ COVID-19, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, ഫംഗസ് ഒക്കെ ആണെങ്കിൽ വട്ടച്ചൊറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിക്കുന്നതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് വ്യാധികൾ പടരാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞുള്ള ചാപ്റ്ററിൻ്റെ അകത്ത് പഠിച്ചു പോകുന്നതാണ്. അപ്പം പിന്നെ കൊതുക് പരത്തുന്നതാണെങ്കിലുണ്ട്. മനുഷ്യർ വഴി എയ്ഡ്സ്, കുഷ്ഠം അങ്ങനെയൊക്കെയുള്ള പക്ഷികളാണെങ്കിൽ പക്ഷിപ്പനി, ഈച്ച വഴിയാണെങ്കിൽ ടൈഫോയിഡ്, ഡിസെൻട്രി, അങ്ങനെയുള്ള കുറേ കാര്യമാണ്. ഞാനത് നോട്ട് ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം. പക്ഷെ പ്രൊട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെട്ട ആ ഒരു ഇത് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാനത് അധികം നോക്കാൻ. അപ്പോൾ അതാ ഞാൻ നിങ്ങളുടെ ഒരു ആൻസറോട് നോക്കിയത്. അത് ഞാൻ ഒന്നുകൂടെ സെർച്ച് ചെയ്തിട്ട് ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. പക്ഷെ ഇതിൻ്റെ ആൻസർ ഇപ്പം നിലവിൽ ആൻസർ കീയിൽ കാണിക്കുന്ന ഡി ആണ്, മലേറിയ, അമീബിക് ഡിസെൻട്രി, സ്ലീപ്പിംഗ് സിക്നസ്. ഈ 3 പ്രൊട്ടിസ്റ്റ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത് ഈ 3 അപ്പം കറക്റ്റ് അറിയില്ല, ഞാനത് ഒന്നുകൂടെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് പറയാം പ്രൊട്ടിസ്റ്റ വിഭാഗത്തിൽ ഏതൊക്കെയാണെന്ന് കേട്ടോ. ബാക്കി രോഗത്തിൻ്റെ ഇതെല്ലാം അത് ഞാൻ ഗ്രൂപ്പിലിട്ട് തരാവേ. ഇതിൻ്റെ ഒന്നുകൂടെ ഞാനതൊന്ന് സെർച്ച് ചെയ്തിട്ട് ഞാനത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നിങ്ങൾ നോക്കുമ്പോൾ ഈ ഇംഗ്ലീഷിലുള്ളത് നോക്കിയാൽ മതി. കാരണം മലയാളത്തിൽ അത് പ്രിൻറ്റ് ചെയ്ത് വന്നപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിൽ ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അത് നമ്മൾ കിള എന്ന് പറയും. അത് പലതാണ് ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കാറ്, കിളയുടെ. ഇത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. കിള അത് തൃശ്ശൂർ. പിന്നെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, കാർഡമം റിസർച്ച് സ്റ്റേഷൻ വയനാട് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെ കറക്റ്റ് ജോഡി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ജോഡി ആയിട്ടുള്ളത് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മലയാളത്തിൻ്റെ അകത്ത് ഇതുണ്ടോ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് തന്നിരിക്കുന്നത്. പക്ഷേ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിക്കും വരേണ്ടത് കോട്ടയമാണ്. പിന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ തന്നിരുന്നത് തിരുവനന്തപുരമായിരുന്നു. പക്ഷേ കറക്റ്റായിട്ടുള്ള ആൻസർ തൃശ്ശൂരാണ്. കാർഡമം റിസർച്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ തന്നിരിക്കുന്നത് വയനാടാണ്. പക്ഷേ ഇടുക്കിയാണ് ആൻസർ വരുന്നത്. ഇതിൻ്റെ ഉത്തരം ഈ സൈഡിലില്ല, ഈ സൈഡിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് നോക്കിയാൽ മതി. ഇതിൽ ആൻസർ കറക്റ്റായിട്ട് വരുന്ന ഇതാണ്, നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്, കോഴിക്കോടാണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോടാണ്. പിന്നെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, കിളയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം അല്ല. അതിൻ്റെ ആൻസർ കറക്റ്റായിട്ട് വരുന്നത് തൃശ്ശൂരാണ്. കറക്റ്റായിട്ട് ആൻസർ വരുന്നത് കിളയുടെ. ഇത് അതിൻ്റെ ഫുൾ ഫോം കൂടെ ഓർത്തിരിക്കണേ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. അതിൻ്റെ എവിടെയാണെന്ന് വെച്ചാൽ അത് തൃശ്ശൂരാണ്. പിന്നെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നമ്മുടെ കോട്ടയമാണ്. ഇവിടെ ഞാനിപ്പോൾ എഴുതി ചേർത്താണ്, പക്ഷേ ഇവിടെ തന്നിരിക്കുന്നുണ്ടോ അത് കോഴിക്കോട് എന്ന രീതിയിലാണ് തന്നിരിക്കുന്നത്. പ്രിൻറ്റിങ് എറർ വന്നതാണ്. ഇപ്പോൾ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയമാണ്. കാർഡമം റിസർച്ച് സ്റ്റേഷന് വയനാടല്ല, ഇടുക്കിയാണ് കേട്ടോ. കാർഡമം റിസർച്ച് സ്റ്റേഷൻ ഇടുക്കിയാണ്. നമ്മുടെ ഈ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് വിളയിക്കാം നൂറുമേനി വിളയിക്കാം, ആ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മുടെ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും എല്ലാം പറയുന്ന കൂടെ ഈ കുറേ സ്ഥാപനങ്ങളുടെ നമ്മുടെ SCTCRI അല്ലെങ്കിൽ കിഴങ്ങ് വിള അല്ലെങ്കിൽ തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് കിടപ്പുണ്ട്. അത് പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ഇതും വന്നിരിക്കുന്നത്.
ആ സ്ഥാപനങ്ങളുടെ 7ാം ക്ലാസ്സിൽ ഫസ്റ്റ് പാഠമാണ് കേട്ടോ, ഫസ്റ്റ് യൂണിറ്റാണ് STD 7 ഫസ്റ്റ് യൂണിറ്റ്. അപ്പോൾ അതിനകത്ത് ആ സ്ഥാപനങ്ങളുടെ പേര്, അതെവിടെയാണ് സ്ഥലം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും ആ രീതിയിൽ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ കിളയുടെ, അതായത് കിള എന്നാണ് വായിക്കുന്നത്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അവൻ്റെ ഫുൾ ഫോം വല്ലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. റബ്ബർ ആണെങ്കിൽ നമ്മുടെ കോട്ടയം ഓർക്കുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണെങ്കിൽ കോഴിക്കോട്. കാർഡമം റിസർച്ച് സ്റ്റേഷൻ ആണെങ്കിൽ ഇടുക്കി. കേട്ടോ, ഈ സ്ഥാപനങ്ങളുടെ നിങ്ങൾ പേരപ്പം തന്നെ എഴുതി വെച്ചോ. മറ്റേത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ചാപ്റ്റർ 1ൻ്റെ അകത്ത് ക്ലാസ് 7 ചാപ്റ്റർ 1 തന്നെ അത് കിടപ്പുണ്ട്, ആ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത്. ഈ 4 കിട്ടിയോ? കിളയാണെങ്കിൽ തൃശ്ശൂർ, റബ്ബറാണെങ്കിൽ കോട്ടയം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആണെങ്കിൽ കോഴിക്കോട്, കാർഡമം റിസർച്ച് സ്റ്റേഷൻ ആണെങ്കിൽ നമ്മുടെ ഇടുക്കി. ഓക്കെ, കിട്ടിയില്ലേ ഈ 4 ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ, ദുരന്തങ്ങളെ അതിജീവിക്കാൻ നിർമ്മിക്കുന്ന ഷെൽട്ടറിൻ്റെ സവിശേഷതയിൽ പെടാത്തത് ഏത്? അത് നമുക്കറിയാം, ഇടയ്ക്ക് പലതരത്തിലുള്ള സുനാമി അല്ലെങ്കിൽ നമ്മുടെ മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, അങ്ങനെയുള്ള പലതരത്തിലുള്ള ദുരന്തങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിജീവിക്കാൻ നിർമ്മിക്കുന്ന ഷെൽട്ടറിൻ്റെ സവിശേഷതയിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എളുപ്പം നിർമ്മിക്കാൻ സാധിക്കുന്നു, മതിയായ വായു സഞ്ചാരമുള്ളത്, ചിലവ് കൂടുതൽ, ഘടനാപരമായ സമഗ്രതയുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് സർവൈവ് ചെയ്യാനാണ്, നമുക്ക് അതിജീവിക്കാൻ നിർമ്മിക്കുന്ന ഷെൽട്ടറിൻ്റെ സവിശേഷതയിൽ പെടാത്തതെന്ന ആൻസർ വരുന്നത് ചിലവ് കൂടുതൽ എന്നാണ് കേട്ടോ. കാരണം നമ്മൾ ഒരു ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന സാധനങ്ങൾ നമ്മൾ നിർമ്മിക്കുവാണ്. അപ്പോൾ അത് പെട്ടെന്ന് നിർമ്മിക്കാൻ കഴിയുന്നതായിരിക്കും, അതിൽ നിന്ന് വായുസഞ്ചാരം ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ടെൻറ്റ് കെട്ടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മുകളിൽ എന്തെങ്കിലും ഉണ്ടാക്കുന്നതായിക്കൊള്ളട്ടെ. അപ്പോൾ അതിനെല്ലാം അതിൻ്റേതായ രീതിയിൽ പെട്ടെന്ന് നിർമ്മിക്കാൻ കഴിയുന്നതായിരിക്കും, വായുസഞ്ചാരം ഉള്ളതായിരിക്കും. പിന്നെ അതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സ്ട്രക്ചറും കാണും, പലതും പല വലുപ്പത്തിലും പല രീതിയിലുള്ളതായിരിക്കും. ചിലപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടാക്കേണ്ടത് വരെ ആയിരിക്കാം. അപ്പോൾ ആ രീതിയിലുള്ള ഷെൽട്ടേഴ്സ് ഉണ്ട്. പക്ഷെ അത് ചിലവ് കൂടുതൽ എന്നുള്ളത് അതിൻ്റെ ഒരു സവിശേഷതയിൽ പെടുന്നതല്ല കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് എന്ന രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത് നോക്കിക്കേ, താഴെ പറയുന്നവയിൽ കള്ളിമുൾച്ചെടിയുടെ വിഭാഗത്തിൽ പെടുന്ന ചെടി. കള്ളിമുൾച്ചെടി നമുക്കറിയാം, എവിടെയാണ് കള്ളിമുൾച്ചെടി കൂടുതലായിട്ടും കാണപ്പെടുന്നത്? നമ്മുടെ മരുഭൂമിയിലാണ് അല്ലേ. അവിടെ കൂടുതലും മഴ പെയ്യുന്നില്ല, വെള്ളം വളരെ കുറവാണ്. പക്ഷേ ഈ കള്ളിമുൾച്ചെടിയിൽ വെള്ളം പരമാവധി അബ്സോർബ് ചെയ്യുന്ന പറയുന്നത്. അതുപോലെ തന്നെ വിഭാഗത്തിൽ പെടുന്നതാണ് നമ്മുടെ നിശാഗന്ധി. നിശാഗന്ധിയുടെ പ്രത്യേകത എന്നാ? അവൻ രാത്രി കാലങ്ങൾ വിരിയുന്നു എന്നുള്ള രീതിയിലാണ് നമ്മുടെ നിശാഗന്ധി പറയുന്നത്. ഇവനാണ് നമ്മുടെ കള്ളിമുൾച്ചെടിയുടെ വിഭാഗത്തിൽ പെടുന്ന ഒരു ചെടി കേട്ടോ, എപ്പിഫില്ലം എന്ന് പറയുന്നത്. ഇനി ഇലമുളച്ചിയുടെ പ്രത്യേകത എന്നാ? ബയോഫില്ലം. നമ്മൾ ഈ ഇത് പഠിക്കത്തില്ലേ, അതായത് എന്നാ, വേരിൽ നിന്ന്, തണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഇലയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ കായ്കൾ വിത്തിൽ നിന്ന് അടുത്ത ഫലം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന രീതിയിൽ നമ്മുടെ UP ക്ലാസ്സിൽ പഠിക്കത്തില്ലേ? എനിക്കൊന്ന് 6ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, 6ലും 7ലും കണ്ടോ, അതോ 3ലും പറയുന്നുണ്ടെന്ന് തോന്നുന്നു അതിനെപ്പറ്റി. അപ്പോൾ അതിൻ്റെ അത് പറയുന്ന കാര്യമാണ്, ഇലയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് നമ്മുടെ ഇലമുളച്ചി. കറിവേപ്പാണെങ്കിൽ ഏതാ? വേരിൽ നിന്നാണ് അല്ലേ. നമ്മൾ ബാക്കി നമ്മുടെ റോസാക്കമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ തണ്ട് കൊണ്ടാണ് നട്ടുവെക്കുന്നത്, അതിൽ നിന്നാണ് അടുത്തത് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നതാണ്. ഇലമുളച്ചി ആണെങ്കിൽ ഇലയിൽ നിന്ന്, കറിവേപ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ വേരിൽ നിന്നാണ് അടുത്ത ഒരു സസ്യം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്, കണക്ട് ചെയ്ത് പോകുന്നതാണ് ഇതെല്ലാം. അപ്പോൾ നോക്കി, ഇവിടെ കള്ളിമുൾച്ചെടിയുടെ വിഭാഗത്തിൽ പെടുന്ന നിശാഗന്ധിയാണ് കേട്ടോ. പിന്നെ ഇലമുളച്ചിയും ഇതും കറിവേപ്പും വേരെല്ലാം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് അതുകൂടെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അടുത്താണ് നമ്മുടെ പരിസരത്തെക്കുറിച്ച്. പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തെക്കുറിച്ച് എന്നത് സൂചിപ്പിക്കുന്നത് ഏത് മേഖലയുടെ വികാസമാണ്? നമ്മുടെ ഈ പരിസരത്തെക്കുറിച്ച്, പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം എന്നുള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുള്ളതാണ്, അങ്ങനെ ഒരു ഡെഫിനിഷൻ ഉള്ളതാണ്. പരിസര പഠനത്തിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷനാണത്. പരിസരത്തെക്കുറിച്ച്, പരിസരത്തിലൂടെ, പരിസരത്തിന് വേണ്ടി, അതാണ് നമ്മുടെ പരിസര പഠനത്തിൻ്റെ
ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അത് S1 ഉണ്ട്, S2 പറയുന്നുണ്ട്. S1 ചാപ്റ്റർ 2 തുടങ്ങുന്നത് തന്നെ ഇതാണ്. അതുകൊണ്ടോ പരിസരത്തെക്കുറിച്ച്, പരിസരത്തിലൂടെ, പരിസരത്തിന് വേണ്ടി പഠിക്കുന്നതാണ് പരിസര പഠനം. അതിൽ ഓരോന്നിനെയും കുറിച്ചും, അത് പലതവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, ഓരോന്നിനെയും പറ്റി പറയുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് ആ ഡെഫിനിഷനിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് പരിസരത്തെക്കുറിച്ച്, രണ്ടാമത്തെ പരിസരത്തിലൂടെ, മൂന്നാമത്തേത് പരിസരത്തിന് വേണ്ടി. അപ്പോൾ ആ 3ൻ്റെയും പ്രത്യേകതകളും പലതവണ നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ നോക്കി, പരിസരത്തെക്കുറിച്ച് എന്നതാണെങ്കിൽ അത് പരിസര പഠനത്തിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ അകത്ത് വരുന്നതാണ് പ്രകൃതിദത്ത പരിസരം അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത പരിസരം. ഇതെല്ലാം ഏതിൻ്റെ അകത്ത് വിടുന്നതാണ്? പരിസര പഠന ഉള്ളടക്കം അല്ലെങ്കിൽ പരിസരത്തെക്കുറിച്ച് എന്നതിനകത്ത് പെടുന്നതാണ് നമ്മുടെ ഈ ചുറ്റുപാട്, സസ്യങ്ങൾ, ജന്തുക്കൾ, നദികൾ, റോഡുകൾ, ഉപകരണങ്ങൾ, സാമൂഹിക പരിസരമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ, ഇതെല്ലാം ഏതിൻ്റെ അകത്ത് പെടും? പരിസരത്തെക്കുറിച്ച് എന്നുള്ള ആ ഒരു വേർഡിൻ്റെ അകത്ത് പെടുന്നതാണ് ഇത്രയും കാര്യങ്ങൾ കേട്ടോ. നമുക്ക് എക്സാമ്പിൾ തരാം. നമുക്ക് എക്സാമ്പിൾ തന്നിട്ട് എന്താ സസ്യങ്ങൾ, അതുപോലെ തന്നെ ആചാര അനുഷ്ഠാനങ്ങൾ, പിന്നെ നമ്മുടെ റോഡുകൾ, പിന്നെ 5E, അങ്ങനെ മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, ഇങ്ങനെ തന്നിട്ട് ഇതിൽ പരിസരത്തെക്കുറിച്ച് എന്നതുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ഇതിലൊക്കെ ക്വസ്റ്റ്യൻ നമ്മുടെ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ 3 വേർഡ്സിനെ പറ്റിയുള്ള സെൻറ്റൻസുകൾ പഠിക്കണം. അതിൻ്റെ അകത്ത് എന്താണ് ഉൾപ്പെടുന്നതെന്നുള്ളത് നോക്കിക്കേ. പരിസരത്തെക്കുറിച്ച് എന്നാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്നതാണ് പ്രകൃതിദത്ത പരിസരമുണ്ട്, മനുഷ്യനിർമ്മിത പരിസരമുണ്ട്, സാമൂഹ്യ പരിസരമുണ്ട്. പ്രകൃതിദത്തമാണെങ്കിൽ നമ്മുടെ ചുറ്റുപാട്, സസ്യങ്ങൾ, ജന്തുക്കൾ, അങ്ങനെയുള്ളത്. മനുഷ്യനിർമ്മിതമാണെങ്കിൽ നമ്മൾ നിർമ്മിച്ച കുറേ കാര്യങ്ങൾ, റോഡുകൾ, ഉപകരണങ്ങൾ, അങ്ങനെയുള്ളത്. സാമൂഹ്യപരമായിട്ടുള്ളതാണെങ്കിൽ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് പെടും? പരിസരത്തെക്കുറിച്ച് എന്നുള്ള വേർഡിൻ്റെ അകത്ത് പെടുന്നതാണ് ഇതെല്ലാം. ഇനി പരിസരത്തിലൂടെ എന്നുള്ള രണ്ടാമത്തെ വാക്കിൻ്റെ അകത്ത് പെടുന്നതാണെങ്കിൽ നോക്കിക്കേ, പരിസരത്തെ തന്നെ പഠനോപകരണമായി എടുത്തുകൊണ്ട് പരിസര പഠനം സാധ്യമാക്കണമെന്ന് സൂചിപ്പിക്കുന്നതാണ് പരിസരത്തിലൂടെ. അതായത് പരിസരത്തെ തന്നെ നമ്മൾ പരിസ്ഥിതിയിലോട്ട് ഇറങ്ങി, ചുറ്റുപാടുമൊക്കെ ഇറങ്ങി, നമ്മുടെ ഇലകളും ചെടികളും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ജൈവവൈവിധ്യ ഉദ്യാനത്തിലേക്ക് ഇറങ്ങി പിള്ളേരെ പഠിപ്പിക്കുന്ന രീതിയിൽ വരുന്നതാണ് പരിസരത്തിനെ തന്നെ പഠനോപകരണമായിട്ട് എടുക്കുന്നത്. അതാണ് പരിസരത്തിലൂടെ എന്നുള്ള രണ്ടാമത്തെ വാക്കിൻ്റെ അകത്ത് വരുന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തി പരിസര പഠനത്തിൽ 5E ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന പഠന പ്രക്രിയയാണ് സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ. നമ്മളിപ്പം ടീച്ചിങ് മാനുവലൊക്കെ എഴുതുമ്പോൾ DLED പഠിക്കുന്നവർക്കാണെങ്കിൽ 5E ഉൾപ്പെടുത്തി വേണം നമ്മുടെ EVSൻ്റെ ടീച്ചിങ് മാനുവൽ എഴുതാൻ അല്ലേ. ആ ഒരു രീതിയിലാണ് അത് പോകുന്നത്. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എക്സ്റ്റെൻഡ്, ഇവാലുവേറ്റ് എന്ന രീതിയിൽ വേണം നമ്മുടെ ടീച്ചിങ് മാനുവലൊക്കെ എഴുതി പോകാൻ. അപ്പോൾ അത് വരുന്ന എവിടെയാണ്? പരിസരത്തിലൂടെ. അതായത് നമ്മൾ പരിസ്ഥിതിയിലേക്ക് ഇറങ്ങി പിള്ളേരെ ആ ഒരു പരിസരത്തെ തന്നെ പഠനോപകരണമാക്കി മാറ്റുന്നതാണ് ഇത് രണ്ടാമത്തെ വേർഡ് പരിസരത്തിലൂടെ എന്നുള്ളത് വരുന്നത്. ഇനി മൂന്നാമത്തെ ആളാണ് നമ്മുടെ പരിസരത്തിന് വേണ്ടി എന്നുള്ളത് കേട്ടോ. പരിസരത്തിന് വേണ്ടി എന്നുള്ള മൂന്നാമത്തെ ആളുടെ അകത്ത് വരുന്നതാണ് കുട്ടികളിൽ രൂപപ്പെടേണ്ട മൂല്യങ്ങൾ, മനോഭാവങ്ങൾ എന്നിവയെ പറ്റി സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ പരിസരവും സസ്യജന്തുജാലങ്ങളും പ്രകൃതി വിഭവങ്ങളും നശിച്ചു പോകാതെയും മലിനപ്പെടാതെയും സൂക്ഷിക്കുന്നതിൽ നിരന്തരം ശ്രദ്ധിക്കുന്ന പരിസ്ഥിതി പ്രചാരകനായി കുട്ടി ഭാവിയിൽ മാറണം. അതായത് നമ്മുടെ ചുറ്റുപാടുള്ള പരിസ്ഥിതി നശിപ്പിക്കാൻ പാടില്ല, പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കാൻ പാടില്ല, അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയരുത്, അങ്ങനെയുള്ള തുടങ്ങിയ മൂല്യങ്ങളും മനോഭാവങ്ങളും വരുന്നത് ഏത് വേർഡിലാണ്? പരിസരത്തിന് വേണ്ടി എന്നുള്ളതിലാണ് കേട്ടോ. അപ്പോൾ ആ 3 വാക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ പരിസരത്തെക്കുറിച്ച് എന്നുള്ളതാണെങ്കിൽ നമ്മുടെ പ്രകൃതിദത്തപരമായിട്ടുള്ള പരിസ്ഥിതിയും മനുഷ്യനിർമ്മിതമായിട്ടുള്ളതും സാമൂഹ്യപരമായിട്ടുള്ള കുറേ കാര്യങ്ങളുമാണ് നമ്മുടെ പരിസരത്തെക്കുറിച്ച് എന്നുള്ളതിൽ വരുന്നത്. ഇനി പരിസരത്തിലൂടെ എന്നാണെങ്കിൽ നമ്മൾ പരിസ്ഥിതിയിലോട്ട് ഇറങ്ങിച്ചെന്ന് പരിസ്ഥിതിയെ തന്നെ പഠനോപകരണമാക്കി മാറ്റി അല്ലെങ്കിൽ 5E ഘട്ടങ്ങളിലൂടെ പോകുന്നതാണ് പരിസരത്തിലൂടെ എന്നുള്ള വാക്കുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി പരിസരത്തിന് വേണ്ടി എന്നാണെങ്കിലോ നമ്മൾ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള രീതിയല്ലേ. അതായത് പ്രകൃതിക്ക് വേണ്ടി കുട്ടികൾക്കുണ്ടാകുന്ന മൂല്യങ്ങളും മനോഭാവങ്ങളും ഒക്കെയാണ്
പരിസരത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ പോകുന്നത്. ആ 3 വാക്കുകളെ, ആ ഒരു ഡെഫിനിഷൻ്റെ അകത്തുള്ള 3 വാക്കുകളെ പറ്റിയുള്ള കാര്യങ്ങൾ കിട്ടിയോ? ഞാനിത് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. അപ്പം നിങ്ങൾ ഒന്നുകൂടെ അത് വായിച്ചാൽ മതി. മനസ്സിലായോ ആ 3 വാക്കുകളെ പറ്റിയുള്ള കാര്യങ്ങൾ? ഞാൻ ക്വസ്റ്റ്യനിലേക്ക് ഇതുവരെ വന്നില്ല. ഞാനൊരു ഡെഫിനിഷൻ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. പരിസരത്തെക്കുറിച്ച്, പരിസരത്തിലൂടെ, പരിസരത്തിന് വേണ്ടി. അത് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് 3 രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നോക്കിക്കേ, സസ്യങ്ങൾ, റോഡുകൾ, ആചാര അനുഷ്ഠാനങ്ങൾ, മൂല്യമനോഭാവം. ഈ 4 എണ്ണം തന്നിട്ട് അതിൽ പരിസരത്തിന് വേണ്ടി എന്നുള്ളതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഏതാണ്? മൂല്യം മനോഭാവമാണ്. അപ്പം അതിലെങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം തന്നിരിക്കുന്നത് ഈ 3 എണ്ണത്തിലെ പരിസരത്തെ കുറിച്ച് എന്നുള്ളത് ഏത് മേഖലയിൽ പെടും എന്നുള്ളതാണ്. ഇത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. ഏത് മേഖല, നമുക്ക് 4 തരത്തിലുള്ള മേഖലകൾ വരുന്നുണ്ട്. അതിനെടുത്ത് കാണിച്ചു തരാം. 4 തരത്തിലുള്ള മേഖലകൾ. മൂന്നാമത്തെ നമ്മുടെ പരിസര പഠന പാഠ്യപദ്ധതി എന്താ മേഖലകളാണ്. ഒന്നാമത്തേത് വിജ്ഞാന മേഖല, രണ്ടാമത്തേത് പ്രക്രിയ മേഖല, മൂന്നാമത് വരുന്നതാണ് സർഗാത്മക മേഖല. വിജ്ഞാന മേഖല, സർഗാത്മക മേഖല, മനോഭാവ മേഖല, പ്രക്രിയ മേഖല. ഈ 4 എണ്ണമാണ് നമുക്ക് പ്രധാനമായിട്ടുള്ള പാഠ്യപദ്ധതി സവിശേഷതകളിനകത്ത് വരുന്ന പ്രധാന മേഖലകൾ. വിജ്ഞാന മേഖല, പ്രക്രിയ മേഖല, മൂന്നാമത്തേത് സർഗാത്മക മേഖല, നാലാമത്തേത് നമ്മുടെ മനോഭാവ മേഖല. ഇതാണ് നമ്മുടെ 4ാമത്തെ മേഖല. വിജ്ഞാനം, പ്രക്രിയ, സർഗാത്മക മേഖല, മനോഭാവ മേഖല. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പരിസരത്തെക്കുറിച്ച് എന്നത് സൂചിപ്പിക്കുന്നത് ഏത് മേഖലയുടെ വികാസമാണ്? നമ്മൾ പരിസരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഏതായിരുന്നു? പ്രകൃതിദത്തമുണ്ട്, മനുഷ്യനിർമ്മിതമുണ്ട്, സാമൂഹികമായിട്ടുള്ള പരിസ്ഥിതിയുണ്ട്. അപ്പോൾ അത് ഏതിലാണ് വിടുന്നത്? മനോഭാവത്തിലാണോ, വിജ്ഞാനത്തിലാണോ, സർഗാത്മകത്തിലാണോ, പ്രക്രിയാശേഷിയിലാണോ? എന്തോ വിജ്ഞാനമാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം അതിൻ്റെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള വരുന്നത്. നോക്കിക്കേ, വിജ്ഞാനത്തിൽ പറയുന്നുണ്ട് സാമൂഹിക ചുറ്റുപാട്, പ്രപഞ്ച പ്രതിഭാസങ്ങൾ, അവ തമ്മിലുള്ള ബന്ധം, അവയുടെ വിശദീകരണങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും പൊതു നിയമങ്ങളും അവയുടെ നിറവേറ്റലും തുടങ്ങിയ വിജ്ഞാന മേഖലയെക്കുറിച്ച് ധാരണ ലഭിക്കാൻ പരിസ്ഥിതി പഠനം സഹായകമാകണം. വിജ്ഞാന മേഖലയിലാണ് നമ്മുടെ പരിസരത്തെക്കുറിച്ച് എന്നുള്ള ആ ഒരു വേർഡിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ വരുന്നത് വിജ്ഞാന മേഖലയിലാണ് കേട്ടോ. ഈ 4 മേഖലകൾ നിങ്ങൾ വായിച്ചു നോക്കണം. വിജ്ഞാന മേഖലയിലാണ് പരിസരത്തെക്കുറിച്ച് എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ളതും സാമൂഹികപരമായിട്ടുള്ളതും മനുഷ്യനിർമ്മിതമായിട്ടുള്ളതും വരുന്നത് എവിടെയാണ്? വിജ്ഞാന മേഖലയിലാണ് കേട്ടോ. ഇനി പ്രക്രിയ മേഖല എന്നാണെന്ന് നോക്കിയേ, ഒരു പ്രത്യേക ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അഥവാ ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന നടപടിക്രമങ്ങളുടെ ഒരു ശ്രേണിയാണ് പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയ. അവിടെ ആശയങ്ങളും തെളിവുകളും കണ്ടെത്തുകയും അവ ശേഖരിച്ച് വിശകലനം ചെയ്ത് നിഗമനത്തിൽ എത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ മേഖലയിലുള്ള പ്രക്രിയ ശേഷികളുണ്ട്. അതാണ് നമ്മുടെ പ്രോസസ് സ്കിൽസ് എന്ന് പറയുന്നത് കേട്ടോ. അവരുടെ മൈക്ക് ഓൺ ആണല്ലോ. ആണ് നമ്മൾ നമ്മുടെ പ്രക്രിയ ബന്ധിതമായിട്ടുള്ള പ്രക്രിയ ശേഷികൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? നമ്മൾ നമ്മുടെ പ്രക്രിയ ശേഷികളും അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞായിരുന്നു. പ്രശ്നം അനുഭവപ്പെടണം, അങ്ങനെ എന്നാ പരികല്പന രൂപീകരിക്കണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ബന്ധപ്പെട്ടതാണ് പ്രക്രിയാശേഷികൾ. നോക്കിക്കേ, നിരീക്ഷിക്കൽ, വർഗീകരിക്കൽ, അളക്കൽ, നിഗമന രൂപീകരിക്കൽ, ആശയവിനിമയം ചെയ്യൽ, പ്രവചിക്കൽ, ഇതെല്ലാം പ്രക്രിയാശേഷികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അത് ലാസ്റ്റായിട്ടാണ് വരുന്നത്. ഞാനത് വരുന്ന ടൈമിൽ പറയാം. ഇത് ലാസ്റ്റ് വരുന്നുണ്ട് ആ ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, പ്രക്രിയാശേഷിയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഉണ്ട് പരികല്പന രൂപീകരിക്കൽ, പരീക്ഷണത്തിൽ ഏർപ്പെടൽ, ഇതെല്ലാം പ്രക്രിയാശേഷികളാണ്. ഇനി സർഗാത്മക മേഖലയാണെങ്കിലോ, കുട്ടിയുടെ സർഗാത്മക ചിന്തയും ഭാവനയും വളർത്താൻ കഴിയുന്ന സമീപനമാണ് നാം അവലംബിക്കേണ്ടത്. അതിൽ മനോചിത്രങ്ങൾ രൂപവൽക്കരിക്കലുണ്ട്, പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്യലുണ്ട്, പിന്നെ വസ്തുതകളെയും ആശയങ്ങളെയും പുതിയ രീതിയിൽ ബന്ധിപ്പിക്കൽ, സ്വപ്നം കാണൽ, വേറിട്ട ചിന്തകൾ, ഇതെല്ലാം സർഗാത്മക മേഖലയിൽ വിടുന്നതാണ്. ഇനി
മനോഭാവ മേഖലയിൽ പെടുന്നതാണ്. ആശയങ്ങളും പ്രക്രിയാശേഷികളും ഒക്കെ സ്വായത്തമാക്കിയാൽ പോലും ജീവിത വീക്ഷണത്തിലും സാമൂഹിക വൈയക്തിക പ്രശ്നങ്ങളോടുള്ള നിലപാടുകളിലും വേണ്ടത്ര മാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ പഠനം കൊണ്ട് നിത്യജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുന്നെന്ന് പറയാനാവുകയില്ല. നമ്മുടെ മനോഭാവം, മൂല്യങ്ങൾ, തീരുമാനമെടുക്കൽ, നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ ഏതായിരുന്നു? പരിസരത്തിന് വേണ്ടി അല്ലേ? നമ്മൾ ചുമ്മാ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ട് കാര്യമില്ല. അത് എന്താ, നമ്മളിപ്പോൾ പ്രകൃതിയെക്കുറിച്ച് ചൂഷണം ചെയ്യരുത്, അല്ലെങ്കിൽ പരിസര മലിനീകരണം നടത്തരുത് എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കണം അല്ലേ? നമ്മൾ എന്തെങ്കിലും വലിച്ചെറിയരുത്, അല്ലെങ്കിൽ കത്തിക്കാൻ പാടില്ല. ഇതൊക്കെ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഈ ഒരു മനോഭാവ മേഖല, അല്ലെങ്കിൽ നമ്മളെങ്കിൽ മൂല്യങ്ങളും മനോഭാവങ്ങൾ എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ, അതായത് പരിസരത്തെക്കുറിച്ച് എന്നതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഏതാണ്? വിജ്ഞാന മേഖലയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. വിജ്ഞാന മേഖലയാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം, കാരണം 10:30 ടൈം ഞാൻ നോക്കിയില്ല, സോറി 10:20 താഴെ പറയുന്നവയിൽ നട്ടലുള്ള ജീവി: കടൽ കുതിര, നക്ഷത്ര മത്സ്യം, കടൽ വെള്ളരിക്ക, കടൽ ചേന. ഇതിൻ്റെ ആൻസറായിട്ട് വന്നിരിക്കുന്ന കടൽ കുതിരയാണ് കേട്ടോ. നട്ടലുള്ള ജീവി എന്ന രീതിയിൽ വന്നിരിക്കുന്ന നമ്മുടെ കടൽ കുതിരയാണ്. അപ്പം ഞാൻ S1 S2 നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട് തന്നേക്കാം. ഇപ്പോൾ 78ാമത്തെ വരെ ക്വസ്റ്റ്യൻ ആയില്ല. നമുക്ക് ടോട്ടൽ നമ്മുടെ 90 അല്ലേ, 90 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 90 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് ഇതൊക്കെ ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നു കണ്ടോ. ഞാൻ പ്ലാനറ്റ്സിൻ്റെ ഗ്രൂപ്പിലിട്ട് തന്നതാണ്. നമ്മുടെ സൂര്യനിൽ നിന്നുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഇങ്ങനെ തന്നെ കാണാതെ പഠിക്കണം കേട്ടോ. സൂര്യൻ, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അതങ്ങനെ തന്നെ പഠിക്കണം. ഭൂമിയിൽ നിന്നുള്ള അകലക്രമമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ആരാ? ഏറ്റവും അടുത്ത് കിടക്കുന്ന ബുധനാണ്. ഏറ്റവും അകലെ കിടക്കുന്ന നെപ്റ്റ്യൂൺ. ഈ സാധനം അങ്ങനെ തന്നെ പഠിക്കണം, കാരണം അത് പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും അകലെ കിടക്കുന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ്. ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ ആൻസർ കീ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. ടൈം പോയതുകൊണ്ടാണ്. ഈ ഇത്രയും കിട്ടിയതിൽ ഏതെങ്കിലും കിട്ടാത്ത എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ 78 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ അതിന് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ കാരണം എന്നാന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ UP ക്ലാസ്സുകളിലെയും DLED ടെക്സ്റ്റ് ബുക്കിലെയും കുറേ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകും. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടങ്ങ് എടുത്ത് കേട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് തരുമ്പോൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഓപ്ഷൻസ്